ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലുള്ളതൊക്കെ ക്ലിയർ ആയിരുന്നോ? അതിന്റെ ഒരു ഫർദർ റിസർച്ച് സ്റ്റഡി ഒക്കെ നടത്തിയിരുന്നോ? എന്താണ് അവസ്ഥ? ഓക്കെ അല്ലേ ഗൈസ്? കഴിഞ്ഞ ക്ലാസ്സിലേക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? നമ്മൾ ഇന്ന് പുതിയൊരു ഭാഗമാണ് എടുക്കുന്നത്, സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ. ഓക്കെ, നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ PDF ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നോ? ഇല്ല, അത് ഞാൻ അന്ന് 2 ക്ലാസ്സിലേക്കുള്ളതല്ലേ പ്രിപ്പയർ ചെയ്തിരുന്നത്. അന്ന് 1 അവർ എടുത്തിട്ടുള്ളൂ. ഈ ക്ലാസ്സും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ PDF ഷെയർ ചെയ്യാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യല്ലേ ഗൈസ്? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് മേജർ ടേം, മൈനർ ടേം, ടൈപ്സ് ഓഫ് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ. ഇനി വരുന്നതിലൊക്കെ ഇതാണ് കേട്ടോ വരുന്നത്, ഇത് മറക്കരുത്. ടൈപ്സ് ഓഫ് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ 4 ടൈപ്സ് ആണുള്ളത്. യൂണിവേഴ്സൽ അഫർമേറ്റീവ് നമ്മൾ എ എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. സെക്കൻഡ് വൺ യൂണിവേഴ്സൽ നെഗറ്റീവ്, ഇ എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. പെർട്ടിക്കുലർ അഫർമേറ്റീവ് ഐ, പെർട്ടിക്കുലർ നെഗറ്റീവ് ഒ. അതിന്റെ ഫോം ഓർത്തിരിക്കുക. ഓൾ എന്ന് കണ്ടാൽ അത് യൂണിവേഴ്സൽ അഫർമേറ്റീവ് സെന്റൻസ് ആണെന്ന് നമുക്ക് ഓർമ്മ വേണം. യൂണിവേഴ്സൽ നെഗറ്റീവിന് നോ, നോ എന്നുള്ളതാണ്. പെർട്ടിക്കുലർ അഫർമേറ്റീവില് സം, പെർട്ടിക്കുലർ നെഗറ്റീവില് സം നോട്ട്. സം നോട്ടിന്റെ ഫോം ശ്രദ്ധിക്കുക. സം നോട്ട് എന്നല്ല ചേർക്കുക, സം എസ്. അതായത് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് പ്രെഡിക്കേറ്റിന് മുന്നേ ആണ് ആ നോട്ട് വരിക. അപ്പൊ ആ ഒരു ഫോം സ്ട്രക്ചർ ഒക്കെ നിങ്ങൾക്ക് മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഈ ടൈപ്സ് ഓഫ് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ, ഞാൻ യൂണിവേഴ്സൽ അഫർമേറ്റീവ് അല്ലെങ്കിൽ എ സെന്റൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു ഫോം വേണം, എന്നെങ്കിലേ നമുക്ക് ഈ ഒരു കാറ്റഗറിക്കൽ എന്താണ് നമ്മുടെ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ എന്നുള്ള ഭാഗം നമുക്ക് ക്ലിയർ ആവുള്ളൂ. അപ്പൊ ഓക്കെ അല്ലേ ഗൈസ്? അപ്പൊ എന്താണ് സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ? ഇതാ, ഇറ്റ് ഈസ് ദ ഡയഗ്രാം റെപ്രസെന്റിംഗ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ 4 ബേസിക് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ. നമ്മൾ പറഞ്ഞു ബേസിക് ആയിട്ട് 4 കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, ആ 4 കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷന്റെയും ഒരു റിലേഷൻ നമ്മളൊരു ഡയഗ്രാം വരച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു റെക്ടാങ്കിൾ വരച്ചിട്ട് അതില് നമ്മൾ ഒരു ആ റെക്ടാങ്കിളിന്റെ 4 ആംഗിളിലായിട്ട് നമ്മൾ ഓരോ ലെറ്റർ മീൻസ് ഓരോ കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ ആണ്. നമ്മൾ ഇനി എ എന്ന് പറയുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ് നിങ്ങളുടെ മൈൻഡിൽ വേണം. നമ്മളെല്ലാം ഇനി എ ഇ ഐ ഒ എന്ന് വെച്ചിട്ടാണ് പറയാ. എ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ ഒരു ഡയഗ്രാമിൽ റെപ്രസെന്റ് ചെയ്യുന്ന പോലെ ഈ ഒരു ചതുരം, ഈ ചതുരത്തിന്റെ 4 കോണുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷനെ റെപ്രസെന്റ് ചെയ്യും. ഇവിടെ കണ്ടോ, ഫസ്റ്റ് തന്നെ നമ്മൾ എ എന്നാണ് റെപ്രസെന്റ് ചെയ്തത്. ദെൻ അതിന്റെ നേരെ ഇ, ദെൻ ഐ ഒ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഡയഗ്രാമിൽ നമ്മൾ കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അതിന്റെ റിലേഷൻ, അതായത് എ ഇ, അതായത് ഈ ബന്ധം, അതായത് നമ്മൾ യൂണിവേഴ്സൽ അഫർമേറ്റീവും യൂണിവേഴ്സൽ നെഗറ്റീവും തമ്മിലുള്ള ബന്ധത്തിന് എന്താണ് പറയാ, അവർ തമ്മിലുള്ള റിലേഷൻ എന്താണ് പറയാ, അങ്ങനെ ഓരോന്നും തമ്മിലുള്ള റിലേഷൻസിന് നമ്മൾ എന്താണ് പേര് പറയുന്നത്, അങ്ങനെയുള്ള ഒരു കുറച്ച് ആസ്പെക്ട്സുകളാണ് നമ്മൾ ഇതിൽ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഓർമ്മ വേണ്ടത്, എ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മൾ ആൽഫബറ്റിലെ ലെറ്റർ ആണെന്ന് ഓർത്ത് പോകരുത്. ഇത് യൂണിവേഴ്സൽ അഫർമേറ്റീവ്, ഇ യൂണിവേഴ്സൽ നെഗറ്റീവ്, ഐ യൂണിവേഴ്സൽ പെർട്ടിക്കുലർ അഫർമേറ്റീവ്, ദെൻ പെർട്ടിക്കുലർ നെഗറ്റീവ്. ഇങ്ങനെയാണ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത്. അപ്പോൾ എ സെന്റൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും വേണം, ഇവിടെ എവരി, ഇതിന്റെ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എവരി SSP മീൻസ് ഓൾ എന്നാണ് കേട്ടോ. ഈ എവരി മീൻസ് ഓൾ. ഇങ്ങനെ എന്താണ്, ഓളിന്റെ മീനിങ് സെയിം മീനിങ് ഉള്ള വേർഡ്സ് വരാം, പക്ഷെ അധികം ഓൾ തന്നെയാണ് വരിക. ഇവിടെ എവരി എന്നുള്ളതാണ്, നിങ്ങൾ അവിടെ ഓൾ എന്നായിട്ട് കൺസിഡർ ചെയ്താൽ മതി. എവരി മീൻസ് ഓൾ തന്നെയാണ്. ഇതാ ഇന്റെ ഫോം നോ SSP, അതിൻ്റെത് സം SSP. ഇനി ഇതിന്റെ റിലേഷൻസിന് നമ്മൾ എന്താണ് പേര് പറയുക? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. എല്ലാ എക്സാമിനും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പൊ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കാം. ഇവിടെ എയും ഇയും തമ്മിലുള്ള, നമ്മൾ എയും ഇയും അങ്ങനെയാണ് കേട്ടോ ഇനി പറയാം. എ എന്താണ്, ഇ എന്താണ്, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ മൈൻഡിൽ വരണം. എയും ഇയും തമ്മിലുള്ള ഈ ഒരു റിലേഷൻസിന് പറയുന്ന പേരാണ് കോൺട്രറീസ്. മറന്നു പോകരുത്, കോൺട്രറീസ്. അതുപോലെ തന്നെ ഓക്കെ, ഐയും, അതായത് പെർട്ടിക്കുലർ നെഗറ്റീവും പെർട്ടിക്കുലർ പോസിറ്റീവും അഫർമേറ്റീവും പെർട്ടിക്കുലർ നെഗറ്റീവും തമ്മിലുള്ള ഈ ഒരു റിലേഷന്, ഐയും ഓയും തമ്മിലുള്ള ഈ ഒരു റിലേഷന് നമ്മൾ പറയാ സബ് കോൺട്രറീസ് എന്നാണ്. അപ്പോ മുകളിലെ ഇത് കോൺട്രറീസ്, ഇത് സബ് കോൺട്രറീസ്. ഇവർ തമ്മിലുള്ള റിലേഷൻ, എയും ഇയും തമ്മിലുള്ളത് കോൺട്രറീസ്, ഐയും ഓയും തമ്മിലുള്ളത് സബ് കോൺട്രറീസ് എന്നാണ് ഇതിന്റെ പേര് പറയാം. ഇനി എയും, അതായത് 2 പോസിറ്റീവുകൾ, ഈ ഭാഗത്തുള്ളത് 2 പോസിറ്റീവ് ആണല്ലോ.
അതായത് ഒന്ന് യൂണിവേഴ്സൽ പോസിറ്റീവും ഒന്ന് പെർട്ടിക്കുലർ നെഗറ്റീവും. ഈ തമ്മിലുള്ള ഈ റിലേഷന് പറയുന്ന പേരാണ് സബാൾട്ടേൺസ്. ഓക്കെ, സബാൾട്ടേൺ സെയിം തന്നെയാണ്. ഈ ഒരു റിലേഷന് ഇയും ഓയും തമ്മിലുള്ള റിലേഷനും നമ്മൾ സബാൾട്ടേൺസ് തന്നെയാണ് പറയാം. ഓക്കെ, അപ്പോ എയും ഇയും തമ്മിലുള്ളത് കോൺട്രറീസ്, ഐയും ഓയും തമ്മിലുള്ളത് സബ് കോൺട്രറീസ്. പിന്നെ ഈ ഒരു എയും ഐയും തമ്മിലുള്ളതും ഇയും ഓയും തമ്മിലുള്ളതും ഒരു പേര് തന്നെയാണ് പറയാ, സബാൾട്ടേൺസ് എന്നാണ് പറയാ. ഓക്കെ അല്ലേ ഗൈസ്? ഓക്കെ, ഇനി ഇങ്ങനെ എതിര് നിൽക്കുന്ന രണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന അവർ തമ്മിലുള്ള ഒരു റിലേഷൻസിന്, അതായത് എയും ഓയും തമ്മിലുള്ള റിലേഷനും ഇയും ഐയും തമ്മിലുള്ള റിലേഷനും നമ്മൾ കോൺട്രാഡിക്ടറീസ് എന്നാണ് പറയാം. അതായത് എന്താണ് കറക്റ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന, എക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആരാണ്? ഓയാണ്. അത് തമ്മിലുള്ള റിലേഷന് നമ്മൾ കോൺട്രറി എന്ന് പറയും. ദെൻ ഇയും ഐയും തമ്മിലുള്ള റിലേഷന് നമ്മൾ കോൺട്രറീസ് എന്നാണ് പറയാ. ഓക്കെ, അപ്പോ കോൺട്രറി അല്ല, കോൺട്രാഡിക്ടറി കേട്ടോ, മറന്നു പോലെ, ഇത് എനിക്ക് മറിയതാണ്. ഇത് എയും ഓയും കോൺട്രാഡിക്ടറീസ്, ഇയും ഐയും കോൺട്രാഡിക്ടറീസ്. പിന്നെ കോൺട്രറി എയും ഇയും, ദെൻ ഐയും ഓയും സബ് കോൺട്രറീസ്. അപ്പൊ ഈ ഒരു ഡയഗ്രാം നിങ്ങളുടെ മൈൻഡിൽ, ഈ ഒരു ചാപ്റ്റർ കഴിയുന്നവരെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം, ഒരിക്കലും മാറിപ്പോവരുത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഗൈസ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഒരു റിലേഷൻ നമ്മൾ 4 കാറ്റഗറിക്കൽ പ്രപ്പോസിഷനെ ഒരു ഡയഗ്രാം ആയിട്ട്, അതായത് ഒരു പിന്നെ റെക്ടാംഗിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, റെപ്രസെന്റ് ചെയ്യും. അതിൽ 4 കോണിലും നമ്മൾ ഓരോരുത്തരെ എന്ത് ചെയ്യും, അവിടെ അസൈൻ ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ ഓരോരുത്തരും തമ്മിലുള്ള റിലേഷൻസ് പറയാണ്, ആ റിലേഷൻസിന് ഓരോ പേരും പറയാണ്. അപ്പൊ എയും ഇയും കോൺട്രറി, ഐയും ഓയും സബ് കോൺട്രറി, എയും ഐയും ഇയും ഓയും സബാൾട്ടേൺസ്, എയും ഓയും ദെൻ ഇയും ഐയും കോൺട്രാഡിക്ടറീസ് എന്നാണ് പറയാം. ഈ പേരുകൾ ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇതിൽ പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഇതിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക, എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. അത് ഇതിൽ ക്വസ്റ്റ്യൻ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് നല്ല ഇമ്പോർട്ടന്റ് ആണ്. അത് കുറച്ചൊരു കൺഫ്യൂസിങ് ആണ്, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല ഫ്രീ മൈൻഡ് ആയിട്ട് ഇരുന്നാൽ നിങ്ങൾക്ക്. ഇനി ഇതിൽ മനസ്സിലാക്കേണ്ടത് ഒരു ക്വാളിറ്റി ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. എന്താണ് ക്വാളിറ്റി? ഇവിടെ നമ്മൾ ഈ ഒരു സ്ക്വയർ ഓഫ് ഓപ്പോസിഷനിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവിനെയും പോസിറ്റീവിനെയും ആണ്. ഇതിൽ ഏതൊക്കെയാണ് ക്വാളിറ്റിയിൽ സെയിം ഉള്ളത്? എയും ഐയും പോസിറ്റീവ് ആണ് അല്ലെ? ഈ ഭാഗം എന്താണ് പോസിറ്റീവും ഈ ഭാഗം നെഗറ്റീവും അല്ലേ? അതിലാർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ എയും എ എന്ന് പറഞ്ഞാല് ഇത് എ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ അഫർമേറ്റീവ്, അതായത് യൂണിവേഴ്സൽ പോസിറ്റീവ്. ഇത് പെർട്ടിക്കുലർ അഫർമേറ്റീവ്, പെർട്ടിക്കുലർ പോസിറ്റീവ്. ഇത് രണ്ടും പോസിറ്റീവ് ആണ്. അപ്പൊ ഈ ഭാഗത്തിനെ നമ്മൾ എന്ത് പറയും? ക്വാളിറ്റി, എന്റെയും ഐന്റെയും ക്വാളിറ്റി സെയിം ആണെന്ന് പറയും. ക്വാളിറ്റി എന്ന് പറഞ്ഞാല് അത് നെഗറ്റീവ് പോസിറ്റീവ് ആണ് ഇവിടെ നമ്മൾ അർത്ഥാക്കുന്നത്. ഇനി ഇവിടെ ഇയും ഓയും എന്താണ്? നെഗറ്റീവുകളാണ്. ഇത് യൂണിവേഴ്സൽ നെഗറ്റീവും ഇത് യൂണിവേഴ്സൽ പോസിറ്റീവ്, പെർട്ടിക്കുലർ നെഗറ്റീവ് ആണ്. ഇ എന്ന് പറഞ്ഞാല് യൂണിവേഴ്സൽ നെഗറ്റീവ്, ഓ എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ നെഗറ്റീവ്. ഇതിന് രണ്ടിനും എന്താണ്? ഇവരുടെ രണ്ടാളുടെയും ക്വാളിറ്റി സെയിം ആണെന്ന് പറയാം, അതായത് നെഗറ്റീവ് ക്വാളിറ്റി, ഇവിടെ പോസിറ്റീവ് ക്വാളിറ്റി. ഇനി എന്താണ് ക്വാണ്ടിറ്റി നോക്കാം. ഇവിടെ നോക്കൂ, എയും ഇയും രണ്ടും എന്താണ്? യൂണിവേഴ്സൽ. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ ഓൾ എന്ന് പറഞ്ഞാല് യൂണിവേഴ്സലിലെ എല്ലാ, ഓൾ എസ് എസ് പി എന്ന് പറഞ്ഞാൽ ഓൾ എസ്സിന് എന്താണ്? എല്ലാ ഓളിനെയും ഉൾക്കൊള്ളിച്ചു. ഇവിടെ നമ്മൾ യൂണിവേഴ്സൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് പറയും. ഇവിടെ നോ എസ് എസ് പി എന്ന് പറഞ്ഞാല് ഒരു എസ് ഇല്ല എന്നർത്ഥം, അതായത് യൂണിവേഴ്സൽ, ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ഇല്ല എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞു. ഇവിടെ നമ്മൾ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഇവിടെ എല്ലാ കാര്യങ്ങളും ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. ദാറ്റ് മീൻസ് ക്വാണ്ടിറ്റി ഇവരുടെ സെയിം ആണ്, എല്ലാ കാര്യങ്ങളെയും പറയുന്നത്. ഇനി ഇവിടെ നോക്കൂ, ഐയും ഓയും ക്വാണ്ടിറ്റിയിൽ ഇവരെന്താണ്? ഇവർ കുറച്ചാളുടെ കാര്യം പറയുള്ളൂ. സം എസ് ഇസ് പി, സം എസ് ഇസ് നോട്ട് പി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ക്വാണ്ടിറ്റിയിൽ എന്താണ്? ഇവര് രണ്ടും ഡിഫറെന്റ് ആണ്. എയും ഐയും ക്വാളിറ്റിയിൽ സെയിം ആയിരുന്നു, പക്ഷെ എന്തിൽ വ്യത്യാസമുണ്ട്? ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമുണ്ട്. കാരണം എന്താണ്? ഐയും ഓയും സം കുറച്ച് പേരെ കുറിച്ചേ പറയുന്നുള്ളൂ. അതായത് ക്വാണ്ടിറ്റി, നമ്മൾ പറയില്ലേ ക്വാണ്ടിറ്റി കൂടുതലുണ്ട് ക്വാണ്ടിറ്റി കുറവുണ്ട് എന്ന് നമ്മൾ എങ്ങനെ പറയാ? കുറച്ച് കൂടുതൽ എന്നുള്ള രീതിയിലല്ലേ? ഇവിടെ അങ്ങനെ തന്നെ. നമ്മളെന്താണ് എ എന്ന് പറയുമ്പോൾ നമ്മള് പിന്നെ ഇവിടെ യൂണിവേഴ്സൽ ആയിരുന്നു. അപ്പൊ ഇവിടെ ഈ എന്റെ മീനിങ് ക്വാണ്ടിറ്റി സെയിം ആണ്. ഇവിടെ നോക്കൂ, ഐയും ഓയും പെർട്ടിക്കുലർ ആണ്, സം ആണ്, കുറച്ച് പേരെ കുറിച്ചേ പറയുന്നുള്ളൂ. അപ്പൊ ഇവിടെ എന്താണ്? ക്വാണ്ടിറ്റി കുറവാണ്. അപ്പൊ ഇവർ രണ്ടുപേരും ഐയും ഓയും ക്വാണ്ടിറ്റിയിൽ സെയിം ആണ്, പക്ഷെ എന്തിൽ ഡിഫറെന്റ് ആണ്? ഇവർ ക്വാളിറ്റിയിൽ ഡിഫറെന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ക്വാളിറ്റിയിൽ സെയിം ഉള്ളവർ ആരൊക്കെയാണ്?
എയും ഐയും ക്വാളിറ്റിയിൽ സെയിം ആയിരുന്നു, അതായത് പോസിറ്റീവ് ആയിരുന്നു. പക്ഷെ അവരെന്താണ് ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമുണ്ട്. എയും ഐയും ക്വാണ്ടിറ്റിയിൽ എന്തുണ്ട്, ഇവിടെ യൂണിവേഴ്സൽ ആണ്, ഇവിടെ പെർട്ടിക്കുലർ സം ആണ്. ഇവിടെ ഓൾ എല്ലാ കാര്യത്തെ കുറിച്ചും പറഞ്ഞു, ഇവിടെ സം കുറച്ച് കാര്യത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ എയും ഐയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാല് ക്വാണ്ടിറ്റി എന്താണ് വ്യത്യാസമുണ്ട്, പക്ഷെ ക്വാളിറ്റി സെയിം ആണ്. ഇവിടെയോ എയും ഇയും തമ്മിലുള്ള റിലേഷനോ ക്വാണ്ടിറ്റി സെയിം ആണ്, ക്വാളിറ്റി വ്യത്യാസമുണ്ട് അല്ലെ. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണ്, അപ്പൊ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. എല്ലാരെയും യൂണിവേഴ്സൽ ആയതുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നതുകൊണ്ട് ക്വാണ്ടിറ്റി സെയിം ആണ്. ഇനി ഇയും ഓയും തമ്മിലോ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമുണ്ട് അല്ലെ. ഇവിടെ നോ എസ് എസ് പി എന്ന് പറഞ്ഞാൽ ഒന്നിനെയും ഇല്ല, ഇവിടെ സം നോട്ടാണ്, ഇവിടെ കുറച്ചില്ല എന്നാ പറഞ്ഞത്. ഇവിടെ ഒന്നുമില്ല, ഇവിടെ കുറച്ചില്ല. അപ്പൊ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമുണ്ട്, പക്ഷെ രണ്ടും ഇല്ല ഇല്ല എന്ന് തന്നെ പറയുന്നത്, നെഗറ്റീവ് ആണ് പറയുന്നത്. അപ്പൊ എന്താണ് ക്വാളിറ്റിയിൽ എന്തുണ്ട്, ക്വാളിറ്റി സെയിം ആണ്, പക്ഷെ ക്വാണ്ടിറ്റി എന്താണ് വ്യത്യാസമുണ്ട്. ഇനി ഐയും ഓയും തമ്മിലുള്ള റിലേഷൻ നോക്കൂ. ഐയിൽ എന്താണ് രണ്ട് പെർട്ടിക്കുലർ കുറച്ചാണ്, അപ്പൊ ക്വാണ്ടിറ്റി സെയിം ആണ്, പക്ഷേ ക്വാളിറ്റി ഇത് സം എസ് പി ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്. ഈ കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. എപ്പോഴൊക്കെയാണ് ക്വാണ്ടിറ്റി സെയിം ആവുക, എപ്പോഴൊക്കെയാണ് ക്വാളിറ്റി സെയിം ആവുക, ആരൊക്കെ തമ്മിൽ ക്വാണ്ടിറ്റി സെയിം ആണ്, ആരൊക്കെ തമ്മിൽ ക്വാളിറ്റി സെയിം ആണ്, ക്വാണ്ടിറ്റി വ്യത്യാസമുണ്ട്. ഇത് ക്ലിയർ ആണോ ഗൈസ്? എന്നാലേ നിങ്ങൾക്ക് അടുത്ത് പറയുമ്പോൾ ക്ലിയർ ആവുള്ളൂ. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കൂ ഗൈസ്. നല്ല കഫ് ആൻഡ് കോൾഡ് ഫീവർ ഒക്കെയാണ്, അപ്പൊ കുറച്ച് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പോളജൈസ് ഫോർ ദാറ്റ്. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും എല്ലാവർക്കും ക്ലിയർ അല്ലെങ്കിൽ ഗൈസ് നിങ്ങൾക്ക് തുറന്ന് പറയാട്ടോ. ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്നുള്ള രീതിയിൽ ഞാൻ പ്രൊസീഡ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ഈ ലോജിക്കൽ റീസണിങ്ങിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ അടുത്തതൊന്നും അത്രയും മനസ്സിലാവില്ല, ഒക്കെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആർക്കെങ്കിലും റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം. ഓക്കെ, ഞാൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്നുള്ള എന്റെ ഒരു തോട്ടിൽ ഞാൻ അടുത്ത സ്ലൈഡ് മാറ്റാം. ഓക്കെ, കോൺട്രറി എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പറഞ്ഞത് തന്നെ ഓൾ പ്ലസ് നോ എന്നുള്ള കണ്ടോ, ഓൾ പ്ലസ് നോ എന്നുള്ള റിലേഷൻ ആണ്. സബ് കോൺട്രറി എന്ന് പറഞ്ഞാൽ സമ്മും സംനോട്ടും തമ്മിലുള്ള ഒരു പിന്നെ റിലേഷൻ ആണ്. കോൺട്രാഡിക്ടറിയിൽ രണ്ടെണ്ണം വരും അല്ലെ, എയും ഓയും ഇയും ഐയും. അതാണ് ഇവിടെ പറഞ്ഞത്, ആളും സംനോട്ടും നോയും സമ്മും. ആ ഒരു ക്രോസ് റിലേഷൻ ആലോചിച്ചാൽ മതി. പിന്നെ സബ് ആൾട്ടർനേഷനിൽ എന്തൊക്കെ വരും, ഓളും സമ്മും മേലെയും താഴെയും. പിന്നെ നോ സം നോട്ട് വരും, സമ്മും ഓളും, അതായത് താഴെ നിന്ന് മേലേക്കും, മേലെ സം നോട്ട് നോ, അതായത് അത് രണ്ടും ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ കേസ്. ഒന്ന് ഇവിടുന്ന് ഇങ്ങോട്ടും പറഞ്ഞു, ഒന്ന് ഇവിടുന്ന് താഴത്തുനിന്ന് മുകളിലേക്കും പറഞ്ഞു. ആ ഒരു റിലേഷൻ പറയാണ്, അത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു റിലേഷന് ഇനി നിങ്ങൾ പഠിക്കേണ്ടത് ഈ ടേബിൾ ആണ് കേസ്. ഈ ടേബിൾ നിങ്ങൾക്ക് വൃത്തിക്ക് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുന്ന ഒരൊറ്റ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റില്ല, ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. ഈ ടേബിൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിരിക്കല് നല്ല ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ടേബിൾ ബേസ് ചെയ്തിട്ടാണ് ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ, സ്ക്വയർ ഓഫ് ഓപ്പോസിഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ മൊത്തം ഈ ഒരു ടേബിൾ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ നോക്കാം നമുക്ക് എന്താണ് ഇതിൽ പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും, പക്ഷെ പറയുമ്പോൾ എല്ലാം നിങ്ങൾക്ക് ഈസി ആയിരിക്കും. കോൺട്രാഡിക്ടറിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഇവിടെ കണ്ടോ, ബോത്ത് കനോട്ട് ബി ട്രൂ. ഇതാണ് ഇതിന്റെ ബോത്ത് കനോട്ട് ബി ട്രൂ. ഇങ്ങനെ ഒരു സംഭവം ക്വസ്റ്റ്യനിൽ കണ്ടായാല് ബോത്ത് കനോട്ട് ബി, രണ്ടും കൂടി ഒരുമിച്ച് എന്താവില്ല, ഒരിക്കലും എന്താണ് ട്രൂ ആവില്ല. അത് നമുക്ക് ആലോചിച്ചാൽ നമ്മളെ ലോജിക് ഉപയോഗിച്ച് എന്താണ് മനസ്സിലാവും. ഒന്ന് പോസിറ്റീവ് ആണ്, ഒന്ന് യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്. രണ്ടും കൂടി പോസിറ്റീവ് ആയിട്ട് വരുമോ? ഞാൻ പറയാണ് ഓൾ ഹ്യൂമൻ ആർ ഇന്റലിജന്റ് എന്ന് പറയാണ്, നോ ഹ്യൂമൻ ആർ ഇന്റലിജന്റ് പറയാം. രണ്ടും എന്താണ് പിന്നെ കോൺട്രാഡിക്ടറി ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, രണ്ടും കൂടി ട്രൂ ആയിട്ട് വരുമോ? അതൊക്കെ നമ്മൾ ലോജിക്കായിട്ട് ആലോചിച്ചാൽ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ എന്നുള്ളത് ലോജിക്കായിട്ട് ആലോചിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ നിങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ട് എന്ത് ചെയ്യണ്ട, തല പുണ്ണാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ ടേബിൾ പഠിച്ചു വെച്ചാൽ മതി. അതായത് കോൺട്രാഡിക്ടറി ഉള്ളത് ആളും നോയും തമ്മിലുള്ള റിലേഷൻ എന്താണ്, രണ്ടും കൂടി ഒരുമിച്ച് എന്താവില്ല, ഒരു സമയം ട്രൂ ആവില്ല. ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോളൂ. ബോത്ത് കനോട്ട് ബി ട്രൂ. ഈ ഒരു കോൺട്രാഡിക്ടറിയിലെ റിലേഷൻ വരുമ്പോ നമുക്ക് കൂടുതലായിട്ടും കാണുന്ന സെന്റൻസ് ബോത്ത് കനോട്ട് ബി ട്രൂ, രണ്ടും കൂടി ഒരുമിച്ച് ട്രൂ ആവില്ല എന്ന് കണ്ടാൽ തന്നെ പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതായത് ഫസ്റ്റത്തെ ഓൾ ട്രൂ ആയാൽ എന്തായിരിക്കും, സ്വാഭാവികമായിട്ട് ഉറപ്പായിട്ടും നോ ഫോൾസ് ആയിരിക്കും. ഇനി ഓൾ എന്നുള്ളത് ഫാൾസ് ആണെങ്കിൽ
എന്താവാം, പക്ഷെ ബോത്ത് ക്യാൻ ബി ഫാൾസ്, രണ്ടും കൂടി ഫാൾസ് ആവാം, പക്ഷെ എന്താവില്ല, രണ്ടും കൂടി ട്രൂ ആവാൻ പറ്റൂല. ഇനി ഓൾ എന്നുള്ളത് ഫാൾസ് ആണെങ്കിൽ നോ എന്നുള്ളത് ട്രൂവോ ഫാൾസോ ആവാം. ഇതിങ്ങനെ തന്നെ പഠിച്ചേക്കണം കേട്ടോ. നമുക്ക് ഫാൾസ് ആണെങ്കിൽ ഫാൾസ് തന്നെ വരുള്ളൂ എന്ന് പറയാൻ പറ്റൂല, ട്രൂവോ ഫാൾസോ ആവാം. അപ്പൊ നമ്മൾ ഓപ്ഷനിൽ ഇതിന് ഈ ട്രൂ ഓർ ഫാൾസ് എന്നുള്ളടത്ത് ഓപ്ഷനിൽ നമുക്ക് ഡൗട്ട്ഫുൾ എന്നായിരിക്കും ഓപ്ഷനിൽ കാണിക്കാം. അതായത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. പക്ഷെ ഇവിടെ നോക്കൂ, ഓൾ ട്രൂ ആണെങ്കിൽ ഉറപ്പിച്ച് പറയാം നമുക്ക് എന്തായിരിക്കും, നോ എന്നുള്ളത് അതെന്തായിരിക്കും, ഫാൾസ് ആയിരിക്കും. പക്ഷെ ഓൾ ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ നോ ട്രൂ ഓർ ഫാൾസ് ആയിരിക്കും, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ ബോത്ത് കനോട്ട് ബി ട്രൂ ബട്ട് ബോത്ത് ക്യാൻ ബി ഫാൾസ് എന്നുള്ളത് കോൺട്രാറിയുടെ ക്യാരക്ടറിസ്റ്റിക് ആണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. അത് മാറിപ്പോകരുത്. ഇനി നോക്കൂ, സബ് കോൺട്രറിയിൽ നേരെ തിരിച്ചാണ്. സമ്മും സബ്നോട്ടും തമ്മിലുള്ള റിലേഷൻ ആണ് സബ് കോൺട്രറി എന്ന് നമ്മൾ പഠിച്ചു. അതില് സം ട്രൂ ആണെങ്കിൽ ഇതില് നിങ്ങൾ പഠിച്ച ബോത്ത് കനോട്ട് ബി ഫോൾസ്, രണ്ടും കൂടി ഫോൾസ് ആവൂല. ഇവിടെ എന്തായിരുന്നു, ബോത്ത് കനോട്ട് ബി ട്രൂ ആയിരുന്നു. കോൺട്രറിയിൽ ബോത്ത് കനോട്ട് ബി ട്രൂ എന്നുള്ളതായിരുന്നു. എന്നാൽ സബ് കോൺട്രറിയിൽ എന്താണ്, ബോത്ത് കനോട്ട് ബി ഫോൾസ് എന്നുള്ള, രണ്ടും കൂടി എന്താവൂല, ഒരുമിച്ച് ഫോൾസ് ആവൂല. ആകെ കൺഫ്യൂസ്ഡ് ആവേണ്ട ഗൈസ്. ആദ്യമായിട്ടാണ് ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ്, സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ ക്ലാസ് കേൾക്കുന്ന ആളുകൾക്ക് കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യത ഉണ്ട്. 1-2 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആവുന്നേ ഉള്ളൂ. ഓക്കെ, എന്താണ് സബ് കോൺട്രറിയിൽ നമ്മൾ കോൺട്രറിയിൽ പഠിച്ചു വെക്കുക. ബോത്ത്, ആരാണ് ഈ ബോത്ത് എന്ന് പറയുന്നത്, ഓളും നോയും, അതായത് യൂണിവേഴ്സൽ അഫർമേറ്റീവും യൂണിവേഴ്സൽ നെഗറ്റീവും രണ്ടും കൂടി ഒരുമിച്ച് ട്രൂ ആവൂല. സബ് കോൺട്രറിയില് ബോത്ത് കനോട്ട് ബി ഫാൾസ്, രണ്ടും കൂടി ഒരുമിച്ച് ഫാൾസ് ആവില്ല. പക്ഷെ എന്താവാം, രണ്ടും കൂടി ട്രൂ ആവാം. ഇവിടെ എന്തായിരുന്നു, രണ്ടും കൂടി ഫാൾസ് ആവാന്നായിരുന്നു കോൺട്രറിയിൽ. അപ്പൊ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് നിങ്ങൾ എന്താണ് പരസ്പരം കൺഫ്യൂസ്ഡ് ആവാതെ പഠിച്ചു വെക്കണം. അപ്പൊ നോക്കൂ, ഇവിടെ സബ് കോൺട്രറിയിൽ നോക്കൂ, സം എന്നുള്ളത് ട്രൂ ആണെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, രണ്ടും കൂടി ബോത്ത് ക്യാൻ ബി ട്രൂ എന്ന് പറഞ്ഞു. ട്രൂവോ ഫാൾസോ ആവാം. ട്രൂ തന്നെയാന്ന് ഉറപ്പിക്കാൻ പറ്റില്ല, ഫാൾസ് ആണ്, എന്താണ് ഫാൾസ് എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല, രണ്ടും വരാം എന്നാണ് പറയുന്നത്. ഇനി സം നോക്കൂ, ഇവിടെ ഉറപ്പിക്കാൻ പറ്റുന്ന ബോത്ത് കനോട്ട് ബി ഫാൾസ് എന്നാണ്. അതെ, ഒരുമിച്ച് എന്തായാലും ഫാൾസ് ആവില്ല എന്നുള്ള കാര്യത്തിൽ ഇവിടെ ഉറപ്പാണ്. അപ്പൊ ഈ ഡൗട്ട്ഫുള്ളിന്റെ ഈ ഇത് അധികം വരാറില്ല കേട്ടോ. ഈ നിങ്ങൾക്ക് ഈ ട്രൂ ഓർ ഫോൾസ് എന്നുള്ളതില് ഇത് ഓപ്ഷൻസിൽ അധികം ഡൗട്ട്ഫുൾ എന്നുള്ളത് കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. അതായത് ബോത്ത് ക്യാൻ ബി ട്രൂ എന്ന് പറയുമ്പോ ബോത്ത് ക്യാൻ ബി ട്രൂ എന്ന് പറയാം, ട്രൂ വരുമ്പോൾ ട്രൂ തന്നെ വരുള്ളൂ എന്ന് നമ്മൾ അങ്ങനെ ഓർത്ത് വെക്കരുത്. ട്രൂവോ ഫോൾസോ വരാം. അങ്ങനെ ഓപ്ഷൻസിൽ എന്താണ് ഡൗട്ട്ഫുൾ, എപ്പോഴാണ് ഓപ്ഷൻസിൽ ഡൗട്ട്ഫുൾ വരാന്നൊക്കെ ഞാൻ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നോക്കൂ, ഇവിടെ ഫോൾസ്, സം ഫോൾസ് വന്നാല് എന്തായാലും സം നോട്ട് ട്രൂവേ വരുള്ളൂ. അതാണ് നമ്മൾ പറഞ്ഞത്, എന്താണ് ബോത്ത് കനോട്ട് ബി ഫോൾസ്, രണ്ടും കൂടി ഫോൾസ് ആവില്ല. അതാണ് സബ് കോൺട്രറിയുടെ ഒരു മെയിൻ. കോൺട്രറി എന്തായിരുന്നു, ബോത്ത് കനോട്ട് ബി ട്രൂ, ഇവിടെ ബോത്ത് കനോട്ട് ബി ഫോൾസ്. അതാണ് ഇതിന്റെ മെയിൻ കാര്യം. അതായത് ക്വസ്റ്റ്യനിൽ നമ്മളെ കണ്ടിട്ടുള്ളത് ആ ഒരു രണ്ട് എന്താണ് ക്യാരക്ടറിസ്റ്റിക് വഴി അവരെ ഐഡന്റിഫൈ ചെയ്യാനാണ് കേട്ടോ. അപ്പോ കോൺട്രറി ബോത്ത് കനോട്ട് ബി ട്രൂ, സബ് കോൺട്രറി ബോത്ത് കനോട്ട് ബി ഫാൾസ്, രണ്ടും കൂടി ഒരുമിച്ച് ഫാൾസ് ആവില്ല എന്ന് പറയുന്നത്. അതായത് ഒന്ന് ഫാൾസ് വന്നാൽ മറ്റേത് ട്രൂ ആയിരിക്കുന്ന ഉറപ്പാണ്. അതായത് സമ്മ് ട്രൂ ഫാൾസ് ആണെങ്കിൽ സം നോട്ട് ട്രൂ ആയിരിക്കുന്ന എന്താണ് ഉറപ്പാണ്. ഇനി കോൺട്രാഡിക്ടറി പിന്നെ ഒന്നും കൺഫ്യൂഷൻ ഒന്നും ഇല്ല. ഒന്ന് ഫാൾസ് ആണെങ്കിൽ മറ്റേത് ട്രൂ ആയിരിക്കും, ഒന്ന് ട്രൂ ആണെങ്കിൽ മറ്റേത് ഫാൾസ് ആയിരിക്കും എന്ന്, അതിൽ ഒരു മാറ്റമല്ല. അതിൽ നിങ്ങൾക്ക് കൺഫ്യൂസ് ആവേണ്ട ആവശ്യമില്ല. ഇപ്പോ ഇവിടെ നോക്കൂ, ഈ എ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, എ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ബോത്ത് കനോട്ട് ബി ട്രൂ എന്നാണ്. എ ഒരിക്കലും എന്താവില്ല, ട്രൂ ആവൂല, ഫോൾസേ ആവുള്ളൂ. ഇവിടെയോ ബോത്ത് കനോട്ട് ബി ഫോൾസ് എന്നാ പറഞ്ഞത്. ഐ എന്താണ് ഫോൾസ് ആണെങ്കിൽ ഓ എന്തായാലും എന്തായിരിക്കും, ട്രൂ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇത് കോൺട്രറിയില് ബോത്ത് കനോട്ട് ബി ട്രൂ, ഇവിടെ ബോത്ത് കനോട്ട് ബി ഫോൾസ്. ആ രണ്ട് ക്യാരക്ടറിസ്റ്റിക് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യരുത്, മറന്നു പോയത് കേസ്. ഇനി നോക്കൂ, കോൺട്രാഡിക്ടറി തമ്മിലുള്ള റിലേഷൻ, എ പോസിറ്റീവ് എന്താണ് ട്രൂ ആണെങ്കിൽ ഓ ഫോൾസ് ആയിരിക്കും, ഓ ഫോൾസ് ആണെങ്കിൽ എ ട്രൂ ആയിരിക്കും. ഇവിടെ അങ്ങനെ തന്നെ, ഈ ട്രൂ ആണെങ്കിൽ ഐ ഫോൾസ് ആയിരിക്കും, ഐ ഫോൾസ് ആണെങ്കിൽ ഈ ട്രൂ ആയിരിക്കും. ഇതാണ് കോൺട്രാഡിക്ടറീസ് തമ്മിലുള്ള റിലേഷൻ. അത് മാറാനൊന്നുമില്ല. ഒന്ന് ഫോൾസ് ആണെങ്കിൽ ഒന്ന് ട്രൂ ആണെങ്കിൽ ഒന്ന് ഫോൾസ്. ഓക്കെ, ഇനി സബ് ആൾട്ടർനേഷനിലും കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളത്, കൺഫ്യൂസിങ് അല്ല, നമ്മൾ മനസ്സിലാക്കിയത് സിമ്പിൾ ആണ്. അതായത് ഓളും സമ്മും തമ്മിലുള്ള റിലേഷൻ ആണല്ലോ സബ് ആൾട്ടർനേഷൻ. അപ്പോ എന്താണ്, ഓൾ ട്രൂ ആണെങ്കിൽ എന്താണ്,
മറ്റേതും ട്രൂ ആവാം. ബോത്ത് ക്യാൻ ബി ട്രൂ, ബോത്ത് ക്യാൻ ബി ഫോൾസ് എന്നാണ്. ഒന്ന് ട്രൂ ആവുമ്പോൾ മറ്റേതും ട്രൂ ആവാം, ഒന്ന് ഫോൾസ് ആവുമ്പോൾ മറ്റേതും ഫോൾസ് ആവാം. അതാണ് അവർ തമ്മിലുള്ള ഒരു ജനറൽ റിലേഷൻ. നമ്മൾ അങ്ങനെയാണ് പറയാ. ഒന്ന് ട്രൂ ആവുമ്പോൾ മറ്റേതും ട്രൂ ആവും. എങ്ങനെയാ ജനറൽ റിലേഷൻ ഇങ്ങനെ പറയാം. എ ട്രൂ ആണെങ്കിൽ ഐ ട്രൂ ആവും, ഐ ട്രൂ ആണെങ്കിൽ എ ട്രൂ ആവും, ഇ ട്രൂ ആണെങ്കിൽ ഓ ട്രൂ ആവും, ഓ ട്രൂ ആണെങ്കിൽ ഈ ട്രൂ ആവും. അതായത് ഒരേ കാര്യമാണ്. അത് മറ്റേത് ഓപ്പോസിറ്റ് ആയിരുന്നു. പക്ഷെ ഇത് ഇങ്ങനെയാണ് പറയാ. പക്ഷെ ഇതിൽ എക്സെപ്ഷണൽ കേസുകൾ ഉണ്ട്, അത് നിങ്ങൾ നോക്കണം. അതായത് ഓൾ ട്രൂ ആണെങ്കിൽ സം ട്രൂ ആയിരിക്കും, അതിലൊരു കൺഫ്യൂഷൻ ഇല്ല. എന്നാൽ നേരെ മറിച്ച് നോ നോ എന്നുള്ളത്, നോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ആ ഡയഗ്രത്തിൽ വരുന്ന കേട്ടോ ഗൈസ്, അത് എവിടെയാണ് എന്നുള്ളത്. നോ ട്രൂ ഫോൾസ് ആണെങ്കിൽ സം നോട്ട് നോ ഫോൾസ് എന്ന് പറയുമ്പോ നോ ഇവിടെ നോ ഫോൾസ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കാം, ട്രൂവോ ഫോൾസോ ആയിരിക്കാം. സെയിമും വരാം. അപ്പോൾ ഡൗട്ട്ഫുൾ എന്നാണ് നമ്മൾ അതിന് പറയാം. ഓക്കെ, ഇനി സമ്മ് ട്രൂ ആണെങ്കിൽ സം എവിടെയാ നിങ്ങളുടെ മൈൻഡിൽ വേണം. സബാൾട്ടർനേഷൻ സം, അതായത് താഴത്തിലെ ലെഫ്റ്റിൽ താഴെ. അപ്പോൾ ഓൾ എന്തായിരിക്കും, ട്രൂവോ ഫോൾസോ ആയിരിക്കും. നമ്മൾ പഠിച്ച പ്രകാരം ജനറലി നമ്മൾ സമ്മ് ട്രൂ ആണെങ്കിൽ ഓളും ട്രൂ ആണെന്നാ പറയാം. പക്ഷെ എക്സെപ്ഷൻ നമ്മളിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ എന്താണ്, ട്രൂവോ ഫോൾസോ വരാം. എന്നാൽ സം നോട്ട് ഫോൾസ് ആണെങ്കിൽ നോ എന്തായിരിക്കും, ഫോൾസ് തന്നെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഗൈസ് ഈ ഒരു ടേബിൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ബൈഹാർട്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതിൽ എങ്ങനെയാണ് പഠിച്ചു വെക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരിക, ഒന്ന് ട്രൂ ആകുമ്പോൾ ഒന്ന് ഫോൾസ്, അതല്ല, അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുക വേണം. അല്ലെങ്കിൽ ലോജിക്ക് വെച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാവും. പക്ഷെ ലോജിക്ക് വെച്ചിട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും. അതിനേക്കാളൊക്കെ നല്ലത് എപ്പോഴും നമ്മൾ ഈ ഒരു ടേബിള് നമ്മുടെ മൈൻഡിൽ അങ്ങോട്ട് പതിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇതില് ക്ലിയർ ആണോ? ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യത ഉണ്ട്. എന്നാലും എന്താണ് അവസ്ഥ ഒന്നുകൂടെ പറയണോ? ആരൊന്നും മിണ്ടുന്നില്ലല്ലോ, മനസ്സിലായില്ല. ഒന്നും കൂടി പറയണം എന്നാണോ, മനസ്സിലായിട്ടുണ്ട് എന്നാണോ? അനീസ് മുഹമ്മദ് മാത്രമേ ക്ലാസ്സിലുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി? ഗൈസ് പ്ലീസ് റെസ്പോണ്ട്. മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അനീസ് ഓക്കെ ആണ്. അപ്പൊ നിങ്ങൾ ഇത് ഇതുപോലെ തന്നെ പഠിച്ചു കണ്ട ഗൈസ്. ഈ ഒരു നമ്മൾ ശരിക്കും സബാൾട്ടർനേഷനിൽ ഒന്ന് ട്രൂ ആവുമ്പോൾ മറ്റേതും ട്രൂ, അങ്ങനെയാണ് ജനറൽ ആയിട്ട് നമ്മൾ പറയാം. പക്ഷെ എന്തുണ്ട്, എക്സെപ്ഷണൽ കേസുകൾ ഉണ്ട്. ഒന്ന് ട്രൂ ആവുമ്പോൾ ആൾ ട്രൂ ആവുമ്പോൾ സം ട്രൂ തന്നെയാണ്. പക്ഷെ നോ ഫോൾസ് ആവുമ്പോൾ സം നോട്ട് ഫോൾസ് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. ചിലപ്പോൾ ട്രൂവും വരാം. അതുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഓൾ ട്രൂ ആവുമ്പോൾ സമ്മിൽ ഒരു മാറ്റമില്ല, അത് ഉറപ്പിച്ച് നമുക്ക് പറയാം ട്രൂ ആണ്. അതാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഈ ടി അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് എന്നുള്ളത് ഓർ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്, ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, ചിലപ്പോൾ മറ്റേത് വരാം എന്നുള്ള അർത്ഥത്തിലാണ്. ഇനി സമ്മ് ട്രൂ ആവുമ്പോ ഓള് ട്രൂവോ ഓർ ഫോൾസോ വരാം. നമ്മൾ ജനറൽ പറയുമ്പോ സമ്മ് ട്രൂ ആവുമ്പോ ഓളും ട്രൂ എന്നാണ് പറയാ. പക്ഷെ എന്തും വരാം, ഫോൾസും വരാം. പക്ഷെ ഇവിടെ സം നോട്ട് ഫോൾസ് ആവുമ്പോ ഒരിക്കലും നോ ഫോൾസ് വരില്ല, ട്രൂ വരില്ല, ഫോൾസ് തന്നെ വരാം. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പൊ ഇതില് ബോത്ത് ക്യാൻ ബി ട്രൂ, ബോത്ത് ക്യാൻ ബി ഫോൾസ് എന്ന് കണ്ടാല് നമുക്ക് സബാൾട്ടർനേഷൻ ആണെന്ന് മനസ്സിലാക്കാം. ബോത്ത് കനോട്ട് ബി ട്രൂ, ബോത്ത് കനോട്ട് ബി ഫോൾസ് എന്ന് പറഞ്ഞാല് അത് കോൺട്രാഡിക്ടറി ആണെന്ന് മനസ്സിലാക്കാം. ബോത്ത് കനോട്ട് ബി ട്രൂ മാത്രമാണ്, ബോത്ത് ക്യാൻ ബി ഫോൾസ് ഇങ്ങനെയാകുമ്പോൾ കോൺട്രറിയുടെ ക്യാരക്ടറിസ്റ്റിക് ആണ്. ബോത്ത് കനോട്ട് ബി ഫോൾസ് ബട്ട് ബോത്ത് ക്യാൻ ബി ട്രൂ എന്നാണെങ്കിൽ സബ് കോൺട്രറിയുടെ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഓർത്ത് വെക്കാം. ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലായില്ല കേസ്, ആരൊന്നും മിണ്ടുന്നില്ലല്ലോ. ബാക്കി 11 ആളുകളൊക്കെ എവിടെ പോയി? ഓക്കെ, നമുക്കൊന്ന് ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് നോക്കാം. ഓക്കെ ഓക്കെ എന്നാ പറഞ്ഞേ. PY ക്വസ്റ്റ് ആണ് കേട്ടോ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. Which of the following shows the relationship between two universal propositions having the same subject and predicate but different quality only? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ക്വാളിറ്റിയിൽ ഡിഫറെന്റ് ആവുക, എന്താണ് ക്വാണ്ടിറ്റിയിൽ ഡിഫറെന്റ് ആവുക എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇത് ഏതാണ് വരിക ഗൈസ്? ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേ.
പെട്ടെന്ന് പറയുക. അതായത് സെയിം ടു യൂണിവേഴ്സൽ പ്രൊപ്പോസിഷൻസ് എന്ന് പറയുമ്പോ തന്നെ നിങ്ങൾക്ക് ആൻസർ വരേണ്ടതാണ്. ഓക്കെ, ഓക്കെ ഗസ്, അധിക സമയം കളയുന്നില്ല. ഇത് നോക്കൂ, ആൻസർ ബി കോൺട്രറി ആണ്. എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഇതിൽ രണ്ട് യൂണിവേഴ്സൽ പ്രൊപ്പോസിഷൻസ് ആണ്, അതായത് റിലേഷനാണ് ചോദിക്കുന്നത്. രണ്ട് യൂണിവേഴ്സൽ പ്രൊപ്പോസിഷൻ തമ്മിലുള്ള റിലേഷൻ ഏതാണ്? അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ആകെ രണ്ട് യൂണിവേഴ്സൽ പ്രൊപ്പോസിഷൻ തമ്മിലുള്ള എന്താണ് പരസ്പരം ഒരു റിലേഷനെ തന്നെ ഉള്ളൂ. പിന്നെ നമുക്കൊന്നും ആലോചിക്കാനില്ല. എന്നെങ്കിലും ഇവിടെ ഒന്നും കൂടെ പറയുന്നുണ്ട്, ക്വാളിറ്റി ഡിഫറന്റ് ആണെന്ന് പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സൽ, ഈ ഡയഗ്രം നോക്കൂ, രണ്ട് യൂണിവേഴ്സൽ തമ്മിലുള്ള റിലേഷൻ ഏതാണ്? എയും ഇയും ആണ് ഇവിടെ യൂണിവേഴ്സൽ. ഒന്ന് അഫർമേറ്റീവും ഒന്ന് നെഗറ്റീവും ആണ്. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു റിലേഷൻ കോൺട്രറി ആണ്. ഇത് ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് പോസിറ്റീവ് ആണ്, ഒന്ന് നെഗറ്റീവ് ആണ്. അതാണ് ക്വാളിറ്റിയിൽ വ്യത്യാസം. ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം എവിടെയാ വരിക? സമ്മിലേക്ക്, പെർട്ടിക്കുലറിലേക്ക് വരുമ്പോഴാണ് ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവുക. ഇവര് തമ്മിൽ ക്വാണ്ടിറ്റി സെയിം ആണ്. അതായത് രണ്ടും ഒന്ന് ഉണ്ട് എന്ന് ഇല്ല എന്നാണെങ്കിലും യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് അത് ഡൗട്ട് ഒന്നും വരാൻ സാധ്യതയെ പറ്റൂല. കാരണം എന്താണ്, ഒരു ചാൻസ് നിങ്ങൾ എന്ത് ഡൗട്ട് തന്നെ അടിക്കാൻ പാടില്ല. കാരണം ടു യൂണിവേഴ്സൽ പ്രൊപ്പോസിഷൻ തമ്മിലുള്ള റിലേഷൻ ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ കുറച്ചൊക്കെ പേര് ബി ആൻസർ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കാം ഗൈസ്. ഇത് പറഞ്ഞേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു പ്രൊപ്പോസിഷൻ ഹാവിംഗ് ദ സെയിം സബ്ജക്ട് ആൻഡ് പ്രെഡിക്കേറ്റ് ബട്ട് ഡിഫർ ഇൻ ബോത്ത് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി. ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഡിഫറെന്റ് ആകുന്നത് ആര് തമ്മിലാണ്? അതാണ് ചോദിച്ചിട്ടുള്ളത്. വേഗം പറഞ്ഞേ. ഓപ്ഷൻ എ കോൺട്രറി, ഓപ്ഷൻ ബി സബ് കോൺട്രറി, ഓപ്ഷൻ സി കോൺട്രാഡിക്ടറി, ഡി സബാൾട്ടേൺ. പെട്ടെന്ന് പറയൂ. ഓക്കെ, ആൻസേഴ്സ് വരുന്നുണ്ട്. ഇനി ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട്? ഓക്കെ, മുഹമ്മദ് സിയാസ്. ഓക്കെ, എല്ലാവർക്കും ഇതിൽ സംശയമൊന്നുമില്ല. സി ആണ് അല്ലെ. ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും വ്യത്യാസമാവും. എപ്പോഴും കോൺട്രാഡിക്ടറി ഉള്ള റിലേഷനിലാണ്. എവിടെയാണ് ഈ ഒരു ഇത് നോക്കുക, ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും വ്യത്യാസമാണ്. ഇവിടെ എയും ഒയും തമ്മിലുള്ള റിലേഷൻ ആണ് കോൺട്രാഡിക്ടറി. ഇവിടെ ക്വാളിറ്റിയും വ്യത്യാസമുണ്ട്. ഒന്ന് പോസിറ്റീവ് ആണ് ഈ ഭാഗത്തുള്ള, അതായത് ഈ ഭാഗത്തുള്ളത്, റൈറ്റിലുള്ളത് രണ്ടും എന്താണ് നെഗറ്റീവും, ലെഫ്റ്റിലുള്ള രണ്ടും പോസിറ്റീവ് ആണ്. മുകളിലുള്ളത് എന്താണ് ഓൾ, അതായത് യൂണിവേഴ്സലിനെ റെപ്രസെന്റ് ചെയ്യുന്നതും താഴെ എന്താണ് സം, കുറച്ചിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതാണ് ഇവിടെ യൂണിവേഴ്സൽ ആണ്, ഇവിടെ പെർട്ടിക്കുലർ ആണ്. അപ്പൊ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമായി. ഇവിടെ അഫർമേറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്. ക്വാളിറ്റിയിലും വ്യത്യാസമായി. ഇവിടെ അങ്ങനെയല്ലേ? ഇവിടെ ഇ എന്ന് പറഞ്ഞാല് യൂണിവേഴ്സൽ ആണ്, ഐ എന്ന് പറഞ്ഞാൽ എന്താണ് പെർട്ടിക്കുലർ ആണ്. അപ്പൊ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വന്നു. പിന്നെ ഒന്ന് ഇ എന്നുള്ളത് നെഗറ്റീവ് ആണ്, ഐ എന്നുള്ളത് പോസിറ്റീവ് ആണ് അല്ലെ. പെർട്ടിക്കുലർ അഫർമേറ്റീവ് സെന്റൻസ് അല്ലേ ഐ. അപ്പൊ അവര് തമ്മിൽ എന്താണ് ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും എന്തെന്നു ഗൈസ് ഡിഫറെന്റ് വന്നു. അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് ഇത് മനസ്സിലാവുള്ള പറഞ്ഞത്. കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പെട്ടെന്ന് പറഞ്ഞോ കേട്ടോ. അതായത് ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ എന്താണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളത് തന്നെ ഉള്ളൂ ഇതിനുള്ള ഒരു മാർഗം ഗൈസ്. ആ ടേബിൾ പഠിക്കുക, കുറെ ക്വസ്റ്റ്യൻസ് ഇത് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ നോക്കൂ, ഈ ഇഫ് വൺ ഓഫ് ദ കോൺട്രറി ഈസ് ട്രൂ ദെൻ ദ അതർ വൺ ഈസ്, ഏതായിരിക്കും? കോൺട്രറിയിൽ ഒന്ന് ട്രൂ ആയി കഴിഞ്ഞാൽ അത് കോൺട്രറി ആരൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ് എന്ന് ആദ്യം ചിന്തിക്കുക. ആര് തമ്മിലുള്ള റിലേഷൻ ആണ് കോൺട്രറി എന്ന് പറഞ്ഞാല്? എയും ഇയും, അതായത് രണ്ട് യൂണിവേഴ്സൽ തമ്മിലുള്ള റിലേഷൻ ആണ് കോൺട്രറി എന്ന് പറഞ്ഞാല്. അപ്പൊ ഒന്ന് ട്രൂ ആയി, അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് നമ്മൾ എന്താണ് പഠിച്ചു വെച്ചത്? ഓക്കെ, കറക്റ്റ് ആണ് ഗൈസ്. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. മനസ്സിലായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോൺട്രറികൾ തമ്മിൽ എന്താണ്
ബോത്ത് കനോട്ട് ബി ട്രൂ എന്നാണ് അതിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ പഠിച്ചത്. ബോത്ത് കനോട്ട് ബി, രണ്ടും കൂടി ഒരിക്കലും എന്താവില്ല, ട്രൂ ആവില്ല. അപ്പൊ ഒന്ന് ട്രൂ ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും, എന്താണ്, അൺഡൗട്ട്ഫുള്ളി നമുക്ക് എന്ത് പറയാം, അത് ഫോൾസ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കോളൂ. ഇഫ് വൺ ഓഫ് ദ സബ് കോൺട്രറി ഈസ് ഫോൾസ് then the other one is. സബ് കോൺട്രറിയിൽ ഒന്ന് ഫോൾസ് ആയാൽ then the other one is. സബ് കോൺട്രറി ആരൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്യാം, പഠിച്ചു വെക്കുക. ദെൻ ഓർത്ത് വെക്കുക ഏത് സബ് കോൺട്രറിയിൽ ആരൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ്. ഓക്കെ, ബാക്കിയുള്ളവരും കൂടി പെട്ടെന്നൊന്ന് ടൈപ്പ് ചെയ്തേ. എന്താണ് സബ് കോൺട്രറിയുടെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്? കോൺട്രറി ബോത്ത് കനോട്ട് ബി ട്രൂ എന്നാ പറഞ്ഞത്. മറ്റേത് എന്തായിരുന്നു, ബോത്ത് കനോട്ട് ബി ഫോൾസ് എന്നായിരുന്നു. അപ്പൊ എന്താണ്, ഒന്ന് ഫോൾസ് വന്നു കഴിഞ്ഞാൽ മറ്റേത് എന്താണ്, അൺഡൗട്ട്ഫുള്ളി, സംശയമില്ലാതെ നമുക്ക് പറയാം എന്ത്, ട്രൂ ആണ് എന്ന് പറയാം അല്ലെ. സബ് കോൺട്രറിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബോത്ത് കനോട്ട് ബി ഫോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഫോൾസ് ആണെങ്കിൽ മറ്റേത് എന്താണ്, ഫോൾസ്, ട്രൂ ആയിരിക്കും, നമുക്ക് സംശയമൊന്നുമില്ല. ഓക്കെ, ദ നെക്സ്റ്റ്, if one of the contradictory is true then the other one is. കോൺട്രാഡിക്ടറി തമ്മിലുള്ള റിലേഷൻ എന്താ നോക്കുക, ഒന്ന് ട്രൂ ആയാൽ മറ്റേത് എന്താ നോക്കുക. ദെൻ ആൻസറിന് നോക്കുക. ഓക്കെ, if one of the contradictory is true, നിങ്ങൾ ഒരാൾ ഒരു ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് മറ്റേ ആ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല, റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞില്ല, ആദ്യമായിട്ട് ക്ലാസ് കേൾക്കുന്നവർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നമുക്കൊക്കെ ഉണ്ടായിരുന്നതാണ്. അതായത് ഈ ലോജിക്കൽ റീസണിങ്ങിന്റെ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഇത് സ്കിപ്പ് ചെയ്ത് പോയാലോ എന്നൊക്കെ ചിന്തിച്ചൊരു മൊഡ്യൂളായിരുന്നു ഞാൻ തുടക്കത്തിൽ. പിന്നെ എനിക്ക് മനസ്സിലായി ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററും ഇതാണ്, മനസ്സിലായി കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്കതൊരു തലവേദന തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കോൺട്രാഡിക്ടറി എന്ന് പറഞ്ഞാൽ ഒന്ന് ട്രൂ ആണെങ്കിൽ മറ്റേത് ഫാൾസ് ആയിരിക്കും, അങ്ങനെയാണ്. അതായത് ഓപ്പോസിറ്റ് റിലേഷൻ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് ട്രൂ ആണെങ്കിൽ മറ്റേത് അൺഡൗട്ട്ഫുള്ളി ഫോൾസ് ആയിരിക്കും. ഒക്കെ എല്ലാവരും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇത് നോക്കിക്കോളൂ. ഇഫ് വൺ ഓഫ് ദ സബ് കോൺട്രറി ഈസ് ട്രൂ ദെൻ ദ അതർ വൺ ഈസ്. ഇത് അധികം ഇത് പിവൈക്കും അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒരു ഇത് ഇങ്ങനെ കണ്ടിട്ടില്ല ആൻസർ അല്ലേ. അതായത് ഇത് എന്തുകൊണ്ടാണ് കാണാത്തത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ഒരു ആൻസർ നിങ്ങളൊന്ന് പറഞ്ഞാൽ ആദ്യം, എന്നിട്ട് ഞാൻ പറയാം. If one of the sub-contrary is true, then the other one is. ബാക്കി രണ്ടാളും കൂടെ ആൻസർ പറഞ്ഞാൽ ഞാൻ പറയുന്നതായിരിക്കും, അധികം ടൈം കളയണ്ട. ഇവിടെ എന്താണെന്നറിയോ, നമ്മൾ പഠിച്ചിട്ടുള്ള സബ് കോൺട്രറിയില് എന്താണ്, ഒരിക്കലും മാറാത്തൊരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്, ബോത്ത് കനോട്ട് ബി ഫോൾസ് എന്നാണ്. പക്ഷെ ബോത്ത് ക്യാൻ ബി ട്രൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ടും കൂടി ട്രൂ ആവാം, പക്ഷെ ഒന്ന് ട്രൂ ആണെന്ന് വിചാരിച്ചിട്ട് മറ്റേത് ട്രൂ തന്നെ ആയിക്കൊള്ളണം എന്നില്ല, ഫോൾസും വരാം. ട്രൂ ആവാം, പക്ഷെ ട്രൂ തന്നെ നിർബന്ധമില്ല, ഫോൾസും വരാം. അങ്ങനെയാണ് നമ്മൾ എന്താണ് സബ് കോൺട്രറിയിലെ ഒരു റിലേഷൻ എങ്ങനെയാണ് പഠിച്ചത്. ബോത്ത് കനോട്ട് ബി ഫോൾസ്, രണ്ടും കൂടി ഫോൾസ് ആവുന്നില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ്. പക്ഷെ രണ്ടും കൂടി ട്രൂ ആവാം, എന്നാൽ ഒന്ന് ട്രൂ ആയാൽ മറ്റേത് ട്രൂ ആവണമെന്ന് നിർബന്ധമില്ല, ഫോൾസും ആവാം, പക്ഷെ ട്രൂവും ആവാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് കൊടുക്കുക, രണ്ടും വരാം എന്നുള്ള ഇതിൽ ഓപ്ഷൻസിൽ ഡൗട്ട്ഫുൾ എന്നായിരിക്കും. പക്ഷെ ക്വസ്റ്റ്യൻസിൽ ഇതുവരെ ഡൗട്ട്ഫുൾ ഓപ്ഷൻ വരുന്നത് കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ആൻസർ സി ആണ്, ഡൗട്ട്ഫുൾ എന്നാണ്. അതായത് ഒന്ന് സബ് കോൺട്രറിയിൽ ഒന്ന് ട്രൂ ആണെങ്കിൽ മറ്റേത് എന്താണ്, ട്രൂ ആവാം, പക്ഷെ ട്രൂ തന്നെയാണ് ഉറപ്പിച്ച്. അതായത് ട്രൂ എന്നുള്ള ഇതിൽ ട്രൂ എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം, പക്ഷെ ട്രൂ തന്നെ ആവുമെന്ന് ഉറപ്പില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഫാൾസും വരാം, രണ്ടും വരാം, ട്രൂവും വരാം, ഫാൾസും വരാം. അപ്പൊ നമ്മൾ ഡൗട്ട്ഫുൾ എന്നാണ്
നമ്മൾ ഓപ്ഷൻസ് വരിക. പക്ഷെ ഇങ്ങനെ ഡൗട്ട്ഫുൾ ഓപ്ഷൻസ് വന്നത് കണ്ടിട്ടില്ല, ഉണ്ടോന്ന് അറിയില്ല കേട്ടോ, ഞാൻ കാണാത്തത് ഉണ്ടായിരിക്കാലോ, ഇങ്ങനെ വരാം. പക്ഷെ ഇതിന് ആൻസർ നമ്മൾ എന്താണ് ഡൗട്ട്ഫുൾ ആണ് കേട്ടോ കൊടുക്കാം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. ഇനി ഇത് നോക്കൂ, ബിറ്റ്വീൻ സബാൾട്ടർനേഷൻ ഇഫ് ദ യൂണിവേഴ്സൽ ഈസ് ട്രൂ then the particular is. സബാൾട്ടർനേഷൻ ഏതൊക്കെയാണ് റിലേഷൻ നോക്കുക. യൂണിവേഴ്സൽ ട്രൂ ആണെങ്കിൽ പെർട്ടിക്കുലർ എന്തായിരിക്കും? ആ ഒരു ബോക്സ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയുന്നുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടാവില്ല. ആ ബോക്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ബൈഹാർട്ട് ചെയ്യാൻ തന്നെ ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കുക ഗൈസ്. നമ്മൾ പറഞ്ഞിരുന്നു സബാൾട്ടർനേഷനിൽ ഒരു ട്രൂ ആണ് കേട്ടോ, എ ആണ് ആൻസർ. ഞാൻ സമയം കളയുന്നില്ല, പറഞ്ഞുതരാം, നോക്കിക്കോളൂ. സബാൾട്ടർനേഷനിലെ യൂണിവേഴ്സൽ ഒന്ന് ട്രൂ ആണ് എന്ന് പറയുമ്പോ, അതായത് യൂണിവേഴ്സൽ സബാൾട്ടർനേഷനിലെ യൂണിവേഴ്സൽ ഓൾ എന്നുള്ളത് ട്രൂ ആണെങ്കിൽ സം എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ബോത്ത് ക്യാൻ ബി ട്രൂ. ഫാൾസ് നോ ഫാൾസ് ആവുമ്പോഴേ ഉള്ളൂ ഒരു ഡൗട്ട്. അതുപോലെ തന്നെ സം നോട്ടിലും ഇവിടെ സം നോട്ട് ട്രൂ ആവുമ്പോൾ മാത്രമാണ് എന്താണ് നോയിലും ഒരു ഡൗട്ട് ഉള്ളത്. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കട്ടെ, അപ്പൊ ഡൗട്ട് ഉണ്ടാവില്ല. ഒന്ന് ഓള് ട്രൂ ആവുമ്പോ സം ട്രൂ ആണ്, നോട്ട് ഫാൾസ് ആവുമ്പോ സം നോട്ട് ട്രൂവോ ഫാൾസോ വരാം. അപ്പോൾ നമ്മൾ ഓപ്ഷൻസിൽ ഡൗട്ട്ഫുൾ, നേരത്തെ പറഞ്ഞു ഡൗട്ട്ഫുൾ എങ്ങനെയാ വരിക എന്നുള്ളത്. അപ്പോ ഡൗട്ട്ഫുൾ എന്നായിരിക്കും ഓപ്ഷൻസിൽ ഉണ്ടാവുക കേട്ടോ. ഇനി സമ്മ് ട്രൂ ആണെങ്കിൽ ഓൾ ഡൗട്ട്ഫുൾ ആണ്. കാരണം എന്താണ്, ട്രൂവോ ഫോൾസോ വരാം. എന്നാൽ സം നോട്ട് ഫോൾസ് ആണ് എന്നുണ്ടെങ്കിൽ നോ എന്താണ് ഫോൾസ് തന്നെ ആയിരിക്കും. അവിടെ ഡൗട്ട്ഫുൾ ഇല്ല, അവിടെ ഉറപ്പാണ്. ഇത്രയാണ് അതിൽ പറയാനുള്ളത്. ആ ബോക്സ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാം. ഇതല്ലേ നമ്മൾ നോക്കിയത്. ഓക്കെ, ഇത് നോക്കൂ. ബിറ്റ്വീൻ ദ സബാൾട്ടർനേഷൻസ് ഇഫ് ദ പെർട്ടിക്കുലർ ഈസ് ട്രൂ ദെൻ ദ യൂണിവേഴ്സൽ. ഇവിടെ നമ്മൾ എന്താ പഠിച്ചിരുന്നത്? ഇഫ് ദ യൂണിവേഴ്സൽ ഈസ് ട്രൂ ദെൻ ദ പെർട്ടിക്കുലർ ഈസ് എന്നാണ്. ഇവിടെ നോക്കൂ, ഇഫ് ദ പെർട്ടിക്കുലർ ഈസ് ട്രൂ ദെൻ ദ യൂണിവേഴ്സൽ ഈസ്. യൂണിവേഴ്സൽ ട്രൂ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു പെർട്ടിക്കുലറും ട്രൂ ആയിരിക്കും. അതെങ്ങനെയാണ്? അത് ലോജിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? യൂണിവേഴ്സൽ ട്രൂ ആണെങ്കിൽ എന്താണ് അതിന്റെ പെർട്ടിക്കുലർ ട്രൂ ആയിരിക്കില്ല ഗൈസ്. അത് നമുക്ക് ലോജിക്ക്. ഇപ്പൊ എല്ലാ മനുഷ്യരും ഇന്റലിജന്റ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മനുഷ്യർ ഇന്റലിജന്റ് ആണ്, അത് ട്രൂ അല്ലേ? അങ്ങനെ ലോജിക്ക് ഉപയോഗിച്ച് നോക്കിയാൽ മതി, അപ്പൊ തന്നെ നമുക്കത് കറക്റ്റ് ആവും. അതാണ് യൂണിവേഴ്സൽ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പെർട്ടിക്കുലർ പോസിറ്റീവ് ആണ് നമ്മൾ പറയുന്നത്. സോറി, ട്രൂ ആണ്. യൂണിവേഴ്സൽ ട്രൂ ആണെങ്കിൽ പെർട്ടിക്കുലറും ട്രൂ ആവും നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. അതായത് ഓൾ ഹ്യൂമൻ ആർ ഇന്റലിജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഹ്യൂമൻസ് ആർ ഇന്റലിജന്റ് എന്നുള്ളതും കറക്റ്റ് അല്ലേ? അത്രേ ഉള്ളൂ. ഇനി നേരെ തിരിച്ചു നോക്കൂ. ബിറ്റ്വീൻ സബാൾട്ടർ ഇഫ് ദ പെർട്ടിക്കുലർ ട്രൂ ആയാൽ യൂണിവേഴ്സൽ ട്രൂ ആവണം എന്ന് നിർബന്ധമുണ്ടോ? അതായത് കുറച്ച് ട്രൂ. ഞാൻ പറഞ്ഞു സം ഹ്യൂമൻ ആർ ഇന്റലിജന്റ് എന്നുള്ളതിൽ നിന്ന് ഓൾ ഹ്യൂമൻ ആർ ഇന്റലിജന്റ് എന്നുള്ളത് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുമോ? ഡൗട്ട്ഫുൾ ആണ് ആൻസർ. കാരണം എന്താണ്, നോ, അതായത് സമ്മിൽ നിന്ന് ഓൾ എന്ന് ഡിറൈവ് ചെയ്തെടുക്കുമ്പോൾ അതിൽ കുറച്ച് ആളുകളൊക്കെ ഉൾപ്പെടും, എന്നാൽ എല്ലാവരും ഉൾപ്പെടൂല. അപ്പൊ നമ്മള് ഫോൾസ് എന്നുള്ളത് സെലക്ട് ചെയ്യരുത്. ലോജിക് ഉപയോഗിച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടേബിൾ തന്നെയാണ് കേട്ടോ ഗൈസ് നിങ്ങൾക്ക് പിന്നെ എന്താണ് ലോജിക് ഉപയോഗിച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് കൂടുതൽ സിമ്പിൾ ആയിരിക്കും. ഇനി നോക്കൂ, നമ്മളിപ്പോ എന്താ പറഞ്ഞത്, സം എന്നുള്ളത് പോസിറ്റീവ് ആണെങ്കിൽ, അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. അതായത് പെർട്ടിക്കുലർ ട്രൂ ആണെങ്കിൽ, പെർട്ടിക്കുലർ ഇവിടെ സം ട്രൂ ആണ്, അപ്പൊ ഓൾ എന്താണ് ട്രൂവോ ഫാൾസോ വരാം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. അതാണ് ഡൗട്ട്ഫുൾ എന്നാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് ഓൾ ട്രൂ ആണെങ്കിൽ സമ്മ് സ്വാഭാവികമായിട്ടും ട്രൂ ആയിരിക്കും. എന്നാൽ സമ്മ് ട്രൂ ആണെങ്കിൽ ഓൾ എന്നുള്ളത് എന്താണ് ട്രൂവോ ഫാൾസോ വരാം. ഡൗട്ട്ഫുൾ ആണ് കേട്ടോ. അപ്പൊ ഈ ടേബിൾ പഠിച്ചു വെക്കാം ഗൈസ്.
അല്ലേ നമ്മൾ നോക്കിയത്. ഓക്കെ, ഇത് നോക്കിയേ. If two propositions are connected in such a way that they can both be false although they may both be true, then that relationship is called. പെട്ടെന്ന് പറയട്ടെ ഗൈസ്, ഞാൻ ഇന്നൊരു ടോപ്പിക് കൂടി നമുക്ക് കവർ ചെയ്യാണ്ട്. ആസിഫ് നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് മനസ്സിലായിട്ടില്ല എന്നുള്ള നോ ആണോ? If two proposals can be set, they എന്താണ് both cannot be false. Although they might be true and എന്താണ് both cannot be false എന്നുള്ളത് ആരുടെ റിലേഷൻ ആണ് നമ്മൾ പറഞ്ഞത്? എല്ലാരും സി ആണോ ഗൈസ്? ഓപ്ഷൻസ് ഒന്നും കൂടെ നോക്കൂ. കോൺട്രറി, സബ് കോൺട്രറി, കോൺട്രാഡിക്ടറി. ബോത്ത് കനോട്ട് ബി ട്രൂ ഒന്നിന് പറഞ്ഞു, ബോത്ത് കനോട്ട് ബി ഫോൾസ് എന്നുള്ളത് നമ്മൾ ഏതിന്റെ ഇതായിട്ടാണ് പറഞ്ഞത്? നിങ്ങൾ ആ ബോക്സ് നല്ലോണം പഠിച്ചിരിക്കാത്തതിന്റെ നല്ല കൺഫ്യൂസിങ് ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ഇതിനൊക്കെ ആ ഒരു ബോക്സ് പഠിച്ചിരിക്കുക, അല്ലാതെ ഒരു രക്ഷയില്ല മക്കളെ. അതന്നെ പഠിച്ചിരിക്കുക നിങ്ങൾ. ഓക്കെ, ഒരു ബി വന്നിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോത്ത് കനോട്ട് ബി ഫോൾസ് എന്നുള്ളത് സബ് കോൺട്രറിയുടെ അല്ലേ? കോൺട്രറിക്ക് നമ്മൾ പറഞ്ഞു ബോത്ത് കനോട്ട് ബി ട്രൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ രണ്ട് സെന്റൻസ് മാത്രം നോക്കി വെച്ചാൽ തന്നെ അതിന്റെ രണ്ടിന്റെ ആൻസർ കിട്ടും. അതുപോലെ തന്നെ സബ് കോൺട്രറിക്ക് നമ്മൾ എന്താണ് ബോത്ത് കനോട്ട് ബി ഫോൾസ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ തന്നെ എന്താണ് ബാക്കി നിങ്ങൾക്ക് കിട്ടേണ്ടതായിരുന്നു. എ ഒക്കെ വരുന്നുണ്ടല്ലോ. എങ്ങനെയാണ് വരിക മക്കളെ? എ എന്ന് പറഞ്ഞാല് നമ്മൾ എന്താണ് കോൺട്രറിയുടെ റിലേഷൻ നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? ബോത്ത് കനോട്ട് ബി ട്രൂ എന്നാ പറഞ്ഞത്. രണ്ടും കൂടി നമ്മൾ ഇങ്ങനെ മറന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ എങ്ങനെ എന്തെങ്കിലും ഒരു എന്താണ് ട്രിക്ക് ഒക്കെ വിചാരിച്ച് കണക്ട് ചെയ്ത് നോക്കുക. ഇപ്പൊ മീൻസ് ആദ്യത്തത് രണ്ടും കൂടി ട്രൂ ആവില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മലയാളത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാണ്. ഫസ്റ്റത്തത് കോൺട്രാഡിക്ടറി എന്ന് പറഞ്ഞാല് ബോത്ത് കനോട്ട് ബി ട്രൂ, സബ് കോൺട്രറി ബോത്ത് കനോട്ട് ബി ഫോൾസ്. അതെങ്കിലും ഒന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കും. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടോ? നദീറ, നന്ദന ഇവരൊക്കെ എന്തുകൊണ്ടാണ് കോൺട്രാഡിക്ടറി അല്ലാതെ കോൺട്രറി അല്ലാതെ സബ് കോൺട്രറി ആയത്? അതാ ബോക്സ് പഠിച്ചു വെച്ചാൽ വിഷയം എന്താണ് ക്ലിയർ ആവട്ടോ ഗൈസ്. Okay, then if two propositions are connected in such a way that can both be true, they can both be false. അതായതാണ് രണ്ടും ട്രൂ ആവാം, രണ്ടും ഫാൾസും ആവാം. അങ്ങനെ റിലേഷൻ നമ്മൾ ആരെ കുറിച്ചാ പഠിച്ചത് ഗൈസ്? ഒന്ന് നോക്കിയിട്ട് നല്ലോണം ഒന്ന് ഓപ്ഷനിലേക്ക് നോക്കിക്കേ. കോൺട്രാഡിക്ടറിക്ക് നമ്മൾ എന്താ പറഞ്ഞത്? ബോത്ത് കനോട്ട് ബി ട്രൂ, ബോത്ത് കനോട്ട് ബി ഫോൾസ് എന്നല്ലേ? കോൺട്രാഡിക്ടറി രണ്ടും കൂടി ഒരുമിച്ച് ട്രൂവും ഫാൾസും ആവൂല. ഒന്ന് ഫാൾസ് ആണെങ്കിൽ ഒന്ന് ട്രൂ ആണെങ്കിൽ ഒന്ന് ഫാൾസ്. പക്ഷെ ഇവിടെ എന്താണ്? രണ്ടും ട്രൂ ആവാം, രണ്ടും ഫാൾസും ആവാം. അങ്ങനത്തെ റിലേഷൻ നമ്മൾ ഏതാ പഠിച്ചത്? ഓക്കെ, സബാൾട്ടർനേഷൻ അല്ലേ ഗൈസ്? നമ്മൾ കോൺട്രാഡിക്ടറിയില്ല ഇതെങ്കിലും ലാസ്റ്റ് ആയിട്ട് ഞാൻ വളരെ ഷോർട്ട് ആക്കിയിട്ട് ബാക്കിയൊക്കെ എന്താണ് വായിച്ചിട്ട് ഇതെങ്കിലും ശ്രദ്ധിക്കൂ. കോൺട്രാഡിക്ടറി, അതായത് കോൺട്രാഡിക്ടറി എന്നുള്ള ഓപ്പോസിറ്റ് റിലേഷന് നമ്മൾ പറഞ്ഞത് ബോത്ത് കനോട്ട് ബി ട്രൂ, ബോത്ത് കനോട്ട് ബി ഫോൾസ് എന്നാണ്. രണ്ടും കൂടി ഒരുമിച്ച് ട്രൂവും ഫാൾസ് ആവൂല. അതിനർത്ഥം എന്താണ്? ഒന്ന് ട്രൂ ആകുമ്പോൾ ഒന്ന് ഫാൾസ് ആവും, ഒന്ന് ഫാൾസ് ആകുമ്പോൾ ഒന്ന് ട്രൂ ആവും. അത് ഏതിന്റെ റിലേഷൻ ആണ്? കോൺട്രാഡിക്ടറിയുടെ റിലേഷൻ ആണ്. ഈ സബ് ആൾട്ടർനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ റിലേഷൻ ആരൊക്കെ തമ്മിലാണ്? മുകളും താഴെയും തമ്മിലല്ല അല്ലെ? ലെഫ്റ്റിലെ മുകളിൽ എന്താണ് എയും താഴെയുള്ള ഐയും തമ്മിലുള്ള റിലേഷൻ ആണ് സബ് ആൾട്ടർനേഷൻ. അതുപോലെ തന്നെ റൈറ്റ് ഭാഗത്ത് ഒന്നുണ്ട്, മുകളിലെയും താഴെയും തമ്മിലുള്ള റിലേഷൻ ആണ് സബ് ആൾട്ടർനേഷൻ എന്ന് പറഞ്ഞാല്. അത് തമ്മിലുള്ള ഒരു റിലേഷൻ എങ്ങനെയാണ്? ഒന്ന് ട്രൂ ആവുമ്പോൾ മറ്റേതും ട്രൂ ആവും, ഒന്ന് ഫാൾസ് ആവുമ്പോൾ മറ്റേതും ഫാൾസ് ആവും. പക്ഷെ കുറച്ച് എക്സെപ്ഷൻ ഫാൾസ് ആവും എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റില്ല. അതിന് ആ ടേബിൾ നിങ്ങൾ കാണാതെ പഠിക്കണം. എപ്പോഴൊക്കെയാണ് ഡൗട്ട്ഫുൾ എന്നുള്ളത് എന്ത് ചെയ്യണം? നിങ്ങൾ എന്താണ് പിന്നെ ടേബിൾ നോക്കി ക്ലിയർ ആക്കണം. പക്ഷെ നമ്മൾ എങ്ങനെയാ പറയാ? ബോത്ത് കനോട്ട് ബി ട്രൂ, ബോത്ത് കനോട്ട് ബി ഫാൾസ്. രണ്ടും ട്രൂവും ആവാം, രണ്ടും ഫാൾസ് ആവാം. അതായത് ഒന്ന് ട്രൂ ആണെങ്കിൽ മറ്റേതും ട്രൂ. സബ് ആൾട്ടർനേഷന്റെ റിലേഷൻ ആണ് പറയുന്നത്.
ഒന്ന് ട്രൂ ആവുമ്പോ മറ്റേത് ട്രൂ ആവാം, ഒന്ന് ഫോൾസ് ആവുമ്പോ മറ്റേതും ഫോൾസ് ആവാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സബ് ആൾട്ടർനേഷന്റെ പറയാ ഡൗട്ട്ഫുൾ ഉള്ള എക്സെപ്ഷൻ കേസുകൾ ഉണ്ട്. അത് ടേബിൾ നോക്കി നിങ്ങൾ ക്ലിയർ ആക്കാം. ഇനി കോൺട്രറിയിൽ എങ്ങനെയാണ്? ബോത്ത് കനോട്ട് ബി ട്രൂ, രണ്ടും കൂടി ട്രൂ ആവൂല, പക്ഷെ രണ്ടും കൂടി ഫോൾസ് ആവാം. എന്നാൽ സബ് കോൺട്രറിയിൽ എന്താണ്? ബോത്ത് കനോട്ട് ബി ഫാൾസ്, രണ്ടും കൂടി ഫാൾസ് ആവാൻ പറ്റൂല, പക്ഷെ രണ്ടും കൂടി ട്രൂ ആവാം. ഉറപ്പിക്കാൻ പറ്റൂല, അവിടെ എന്തുണ്ട്? ഡൗട്ട്ഫുൾ ഉണ്ട്. അത് ടേബിൾ നോക്കി ക്ലിയർ ആക്കാം. പക്ഷെ ജനറൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയാ, കോൺട്രറി രണ്ടും കൂടി ട്രൂ ആവില്ല, രണ്ടും കൂടി ഫോൾസ് ആവാം. സബ് കോൺട്രറി രണ്ടും കൂടി ഫോൾസ് ആവില്ല, പക്ഷെ രണ്ടും കൂടി ട്രൂ ആവാം. സബ് ആൾട്ടർനേഷൻ എന്ന് പറഞ്ഞാല് ഒന്ന് ട്രൂ ആവുമ്പോൾ മറ്റേതും ട്രൂ ആവും, ഒന്ന് ഫോൾസ് ആവുമ്പോൾ മറ്റേത് ഫോൾസ് ആവും. ഉറപ്പിക്കാൻ പറ്റൂല കേട്ടോ. ആ ടേബിൾ നോക്കി നിങ്ങൾ ഡൗട്ട്ഫുള്ളിന്റെ ക്ലിയർ ആക്കണേ. കോൺട്രാഡിക്ടറി ജനറൽ ആയിട്ട് പറയുമ്പോൾ ജനറൽ ആയിട്ടും ടേബിൾ നോക്കിയാലൊക്കെ നിങ്ങൾക്ക് കിട്ടുക, ഒന്ന് ട്രൂ ആവുമ്പോൾ മറ്റേത് ഫോൾസ് ആയിരിക്കും, ഒന്ന് ഫോൾസ് ആയിരിക്കുമ്പോൾ മറ്റേത് ട്രൂ ആയിരിക്കും. ഇനി മാറരുത് ഗൈസ്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി അങ്ങനെ ഉണ്ടെങ്കിൽ, ഇതങ്ങനെയല്ല. നോ മെൻ ആർ മോർട്ടൽ ഈസ് കോൺട്രാഡിക്ടറി. നോ മെൻ ആർ മോർട്ടൽ എന്നുള്ള ഒരു സെന്റൻസിന് കോൺട്രാഡിക്ടറി ആയിട്ടുള്ള സെന്റൻസ് ഇതിൽ ഏതാണ്? സം മെൻ ആർ നോട്ട് മോർട്ടൽ എന്നാണോ? സം മെൻ ആർ മോർട്ടൽ എന്നാണോ? ഓൾ മെൻ ആർ മോർട്ടൽ എന്നാണോ? നോ മോർട്ടൽ ഈസ് മെൻ ആണോ? കോൺട്രാഡിക്ടറി ഈ ഇതിലുള്ള കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ ഏതാണ് നോക്കുക. ഈ സെന്റൻസിൽ നോ ആണ്. നോയിലേക്ക് കോൺട്രാഡിക്ടറി ആയിട്ടുള്ള അടുത്ത കാറ്റഗറി ഏതാണ് നോക്കുക. അതിലുള്ള സെന്റൻസ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. സിമ്പിൾ, പെട്ടെന്ന് വരട്ടെ. പെട്ടെന്ന് വരട്ടെ ഗൈസ്. ഓക്കെ, എല്ലാവരും ബി ആണ് അല്ലെ? അതെന്താണ്? നോ എന്നുള്ളത് റൈറ്റില് മുകളിലുള്ളതായിരുന്നു. അതിന് നോന്റെ കോൺട്രാഡിക്ടറി ആയിട്ട് കിടക്കുന്നത് ആരാണ്? സം ആണ് അല്ലെ? നോയും സമ്മും തമ്മിലുള്ളതാണ് കോൺട്രാഡിക്ടറി. ആ ഡയഗ്രാം മൈൻഡിൽ കൊണ്ടുവരിക. നോയിലേക്ക് കോൺട്രാഡിക്ടറി ആയിട്ടുള്ളത് സെന്റൻസ് സം ആണ് അല്ലെ? ഇ ആണ് നോ എന്ന് പറഞ്ഞാൽ, ഇന്റെ കോൺട്രാഡിക്ടറി ആയിട്ടുള്ള സെന്റൻസ് ഐ ആണ്. അപ്പോൾ ഇത് എല്ലാവരും കറക്റ്റ് ആക്കിയ സ്ഥിതിക്ക് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. Two statements are related to such a way that they can both be true, but both can both be false. ഇത് വരും both cannot be false ആണ്. ഇതില് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് പരസ്പരം അങ്ങനെ വരിക എന്നുള്ളതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഇത് ഏത് സെന്റൻസ് ആണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇത് ഏത് റിലേഷൻ ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. ബോത്ത് കനോട്ട് ബി ഫോൾസ് ആരുടേതാണ് എന്ന് ഓർക്കുക. ആ റിലേഷൻസിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഇതിൽ ഏതൊക്കെയാണ് എന്നുള്ളത്. ഏതൊക്കെ? ഇപ്പൊ എയും ബിയും തമ്മിലാണോ ആ റിലേഷൻ? ബിയും സിയും തമ്മിലാണോ? അല്ലെങ്കിൽ എയും സിയും തമ്മിലാണോ? സിയും ഡിയും തമ്മിലാണോ എന്നുള്ളത് പറഞ്ഞാൽ മതി. 2 ലെറ്റർ ഇട്ടാൽ മതി. ബിയും സിയും തമ്മിലാണെന്ന് പറയുന്നുണ്ട് നദീറ. ഓക്കെ, അനീസും പറയുന്നുണ്ട് ബിയും സിയും തമ്മിലുള്ളത്. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ. ബിയും സിയും തമ്മിലുള്ള തന്നെയാണ്. നോക്കൂ, എന്താണ്? ബോത്ത് കനോട്ട് ബി ഫോൾസ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ഫോൾസ് ആവാത്ത റിലേഷൻ ഏതാണ്? സബ് കോൺട്രറി ആണ് അല്ലെ? ബോത്ത് കനോട്ട് ബി ഫോൾസ്, ബോത്ത് കനോട്ട് ബി ട്രൂ ആയിരുന്നെങ്കിൽ അത് കോൺട്രറി ആവുമായിരുന്നു. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ ബോത്ത് കനോട്ട് ബി ഫോൾസ് എന്നാണ്. രണ്ടും കൂടി ഫോൾസ് ആവാത്ത റിലേഷൻ ആരുടേതാണ്? സബ് കോൺട്രറി ആണ്. സബ് കോൺട്രറിയിൽ ആരൊക്കെയാണ്? സമ്മും സം നോട്ടും തമ്മിലുള്ള റിലേഷൻ ആണ് ആര്? സബ് കോൺട്രറി. അപ്പോ സം എ ആർ ബി, സം എ ആർ നോട്ട് ബി. സം സം നോട്ട് എന്നുള്ളത് വരുന്ന കാറ്റഗറി പ്രപ്പോസിഷൻ ബിയിലും സിയിലും ആണ് കിടക്കുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ ഗൈസ്? അപ്പൊ ഇത്രയാണ്. ഇനി ഇതിൽ ഒരുപാട് ഇത് എന്താണ് ഈ കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ, സ്ക്വയർ ഓഫ് ഓപ്പോസിഷന്റെ റിലേഷൻ തമ്മിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക. അപ്പോഴേ നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് അറിയിച്ചേ. ഇതും കൂടി ഇന്ന് ഈ ഒരു ടോപ്പിക് കൂടി എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അതിന്റെ പിന്നെ ആർക്കും തിരക്കൊന്നുമില്ലല്ലോ. ഗൈസ്, ഇതും കൂടി എടുക്കട്ടെ. 2 kinds of meaning. ഇതൊരു ചെറിയൊരു ടോപ്പിക്കാണ് ഗൈസ്. ഒന്ന് റെസ്പോണ്ട് ചെയ്യ് ഗൈസ്. ഓക്കെ അല്ലേ നിങ്ങള്? യെസ്, ഓക്കെ. എന്താണ് ഇന്റൻഷനും എക്സ്റ്റൻഷനും എന്നുള്ളത്? 2 kinds of meaning. ഒരുപാട് ടൈപ്സ് ഓഫ് മീനിങ്സ് ഉണ്ട്. നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ സിലബസിലും കാണുന്ന 2 ടൈപ്സ് ഓഫ് മീനിങ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, ഇന്റൻഷനും എക്സ്റ്റൻഷനും. ഓക്കെ, എന്താണ് ഇന്റൻഷൻ നോക്കാം.
സ്പെസിഫൈഡ് ബൈ ലിസ്റ്റിംഗ് ദ പ്രോപ്പർട്ടീസ് ഓർ ആട്രിബ്യൂട്ട്സ് ദാറ്റ് ദ ടേം കനോട്ട്സ്. അതായത് ഒരു ടേം കനോട്ട് ചെയ്യുന്ന വിശേഷണങ്ങളൊക്കെയാണ് അതിന്റെ മീനിങ്. ഒരു വാക്കെടുക്കാം, ആ വാക്കില് ഇപ്പൊ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞാൽ കൂടുതൽ ഇപ്പൊ ബേർഡ് എന്നുള്ള ഒരു വേർഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ കനോട്ട് ഇന്റൻഷൻ, അതായത് ഇന്റൻഷൻ മീനിങ്സ് ഏതൊക്കെയാണ്? അതായത് ഹാസ് ഫെദേഴ്സ്, അതായത് നമ്മൾ അതിന്റെ വിശേഷണങ്ങളാണ് പറയാ. കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ മീനിങ്ങുകൾ, അതായത് ഫെദർ ഉണ്ട്, മുട്ടയിടും, അതുപോലെ ബീക്സ് ഉണ്ട്, വിങ്സ് ഉണ്ട്, ഇങ്ങനെയുള്ള അതിന്റെ വിശേഷണങ്ങളാണ് എന്ത് പറയാ ഈ ഇന്റൻസീവ് മീനിങ് എന്ന് പറഞ്ഞാല്. എന്നാൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ക്ലാസ് ഓർ കളക്ഷൻ. ആ വിശേഷണങ്ങളൊക്കെ ഏതെല്ലാം ടേമിലേക്ക് അല്ലെങ്കിൽ ഏതെല്ലാം ഒബ്ജക്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അതിനാണ് നമ്മൾ എന്ത് പറയാ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇന്റൻസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വേർഡ് എടുത്താൽ അതിന്റെ ഒരുപാട് വിശേഷണങ്ങളാണ് അതിന്റെ മീനിങ് ആയിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഇന്റൻഷൻ എന്നും, ആ ഫീച്ചേഴ്സ് ഒക്കെ പാടെ എല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വേർഡിലേക്ക് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയാ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കൂ, നമ്മൾ ഹാസ് ഫെദേഴ്സ്, ലേസ് എഗ്സ്, ഹാസ് ബീക്സ്, ഇതുപോലെയുള്ള കുറെ ഇന്റൻഷൻ ബേർഡ് എന്നുള്ളതിനെ നമ്മൾ ഇന്റൻസീവ് മീനിങ് ഒരുപാട് പഠിച്ചു. ഇന്നില്ല അതിന്റെ എക്സ്റ്റൻഷൻ എന്തൊക്കെയാണ്? സ്പാരോ, ഈഗിൾ, ക്രൗ, ഈ ഒബ്ജക്റ്റിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വിശേഷണങ്ങൾ ചാർത്തി കൊടുക്കാൻ പറ്റും. അപ്പൊ അതാണ് ഇതിന്റെ എക്സ്റ്റൻസീവ് മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ ഒന്നും അല്ല കേട്ടോ പഠിക്കുന്നത്, നമ്മൾ എന്താണ് എന്നുള്ളത്. ഇപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്താലും മതി, ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ കന്നോട്ടേഷൻ. എന്താണ് കന്നോട്ടീവ് മീനിങ്? ഡിനോട്ടേഷനും കന്നോട്ടേഷനും എന്താണ്? ഈ ഇന്റൻഷൻ എന്ന് പറഞ്ഞാലാണ് കന്നോട്ടേഷൻ. നിങ്ങൾ ഓർത്ത് വെക്കുക, ഇന്റൻഷൻ എന്നുള്ളതാണ് കനോട്ടേഷൻ, എക്സ്റ്റൻഷൻ എന്നുള്ളത് ഡിനോട്ടേഷനുമാണ്. ഇന്റൻഷൻ എന്താണ്? കനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഡിനോട്ടേഷൻ പറയാം. ഡിനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? നമ്മളെ ലിറ്ററൽ മീനിങ്, അതായത് നമ്മളെ എന്താ പറയാ ഡിക്ഷണറിയിലൊക്കെ ഉള്ള മീനിങ്ങിനാണ് നമ്മൾ എന്ത് പറയാ ഡിനോട്ടേഷൻ അഥവാ എക്സ്റ്റൻഷൻ. അങ്ങനെയും ഓർത്തു വെക്കാം. എല്ലാം ഒന്നിലേക്ക് തന്നെയാണ്. ഇതിന്റെ ഡെഫിനേഷൻ ഒന്നും അല്ല എക്സാമിന് ചോദിക്കുക. എക്സാമിന് എന്താ ചോദിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എന്നാലും ഡെഫിനേഷൻ എന്താന്ന് അറിഞ്ഞിരിക്കൽ ഇമ്പോർട്ടന്റ് അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ദെൻ ഇന്റൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ, ഇപ്പൊ നമ്മളൊരു ഹോം എന്നുള്ള ഒരു വേർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് അല്ലെങ്കിൽ ഡിനോട്ടീവ് മീനിങ് ആയിട്ട് ഡിനോട്ടേഷൻ ആയിട്ട് നമ്മൾ എന്താ പറയാ എ ഷെൽട്ടർ, ഹോം എന്നുള്ളതിന്. പക്ഷെ അതിന്റെ ഇന്റൻഷൻ അല്ലെങ്കിൽ കനോട്ടീവ് മീനിങ്, ഇന്റൻഷൻ ആണ് കനോട്ടേഷൻ, എക്സ്റ്റൻഷൻ ആണ് ഡിനോട്ടേഷൻ, അത് മാറിപ്പോകരുത്. അപ്പൊ അതിന്റെ കനോട്ടീവ് മീനിങ് അല്ലെങ്കിൽ ഇന്റൻഷൻ എങ്ങനെയാ പറയാ? ഹോം എന്നുള്ളതിന് നമ്മൾ സേഫ് ആണ്, സെക്യൂർ ആണ്, ലവബിൾ ആണ്, അങ്ങനെയുള്ള അതിന്റെ വിശേഷണങ്ങൾ പറയൂലേ, അങ്ങനത്തെ മീനിങ് ഉണ്ടല്ലോ. അതായത് അതിന്റെ ലിറ്ററൽ മീനിങ് അല്ലാതെ അതിന്റെ ഒരുപാട് ആട്രിബ്യൂട്ട്സ് നമ്മൾ അതിന്റെ വിശേഷണങ്ങൾ പറയുന്നത്, അതിനാണ് നമ്മൾ എന്ത് പറയാ കനോട്ടീവ് അല്ലെങ്കിൽ ഇന്റൻഷൻ എന്ന് പറയുന്നത്. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ആ വിശേഷണങ്ങൾ ചാർത്തി കൊടുക്കാൻ പറ്റുന്ന ആ കറക്റ്റ് ഓബ്ജക്റ്റിനെ നമ്മൾ എക്സ്റ്റൻഷൻ എന്നും പറയും. ഓക്കെ, ഇനി അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഡെഫിനേഷൻ ഞാൻ 2-3 ഡെഫിനേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കിയേക്കാം കേട്ടോ. Intention refers to the logical or definition condition that specify the set of all possible things. അതായത് ഒരു വേർഡുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പോസിബിൾ ആയിട്ടുള്ള അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ പോസിബിൾ ആയിട്ടുള്ള വിശേഷണങ്ങളോ ആട്രിബ്യൂട്ട്സോ അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻസിനൊക്കെ നമ്മൾ എന്ത് പറയാം, നമുക്ക് ഇന്റൻഷൻ എന്നും എക്സ്റ്റൻഷൻ എന്നാണ് റെഫേഴ്സ് ദ സെറ്റ് ഓഫ് ഓൾ ആക്ച്വൽ തിങ്സ് ദ വേർഡ് ഫ്രേസ് ഡിസ്ക്രൈബ്. പോസിബിൾ തിങ്സിൽ നമ്മൾ വിശേഷിപ്പിച്ച എല്ലാ വിശേഷണങ്ങളും എന്തിലേക്ക് ആ ഒരു വസ്തുവിലേക്ക്, ഒരു ആക്ച്വൽ തിങ്ങിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു വസ്തുവിലേക്ക് ചാർത്തി കൊടുക്കുമ്പോൾ അതിനെ എക്സ്റ്റൻഷൻ എന്നും പറയുന്നു. സെയിം തന്നെയാണ്. അതായത് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ആ പറയപ്പെടുന്ന ആ ഒരു സാധനം, മറ്റേ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരുപാട് വിശേഷണങ്ങൾ, അത്രയേ ഉള്ളൂ. അപ്പൊ ഇന്റൻഷൻ ആണ് കനോട്ടേഷൻ എന്നും എക്സ്റ്റൻഷൻ ആണ് ഡിനോട്ടേഷൻ ആണെന്ന് നിങ്ങൾ മറന്നു പോകരുത്. അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻസിൽ അത് രണ്ടും കാണാം. അപ്പൊ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആവരുത്. ആൻഡ് ഇന്റൻഷൻ ഇസ് എനി പ്രോപ്പർട്ടി ഓർ ക്വാളിറ്റി ഓർ സെറ്റ് ഓഫ് അഫയേഴ്സ് കനോട്ടഡ് ബൈ എ വേർഡ്. ഇങ്ങനെ ഒരുപാട് ഡെഫിനേഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാം. പക്ഷെ ഇത് നിങ്ങൾ വെക്കരുത് കേട്ടോ. ഞാൻ ഓർത്ത് വെച്ചിരുന്ന ഒരു സ്ട്രാറ്റജി വേണമെങ്കിൽ മറന്നു പോവാതിരിക്കാൻ, നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നോക്കൂ, കനോട്ടേഷൻ ഇന്റൻഷൻ CI എന്നാണ് ഞാൻ ഓർത്തിരുന്നത്. മാറാതിരിക്കുക. ഒരുപാട് ഇങ്ങനെ കണക്റ്റീവ് ആയിട്ടുള്ള സെന്റൻസുകൾ ഉണ്ടാവുമ്പോൾ നമുക്ക് മാറാതിരിക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്
അല്ലെ? GSD ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആണ് ഇവിടെ ഞാൻ കനോട്ടേഷൻ ആണ് ഇന്റൻഷൻ എന്നുള്ളതിന് CI എന്നാണ് ഓർത്തിരുന്നത്. CI പോലീസ് ഒക്കെ അപ്പൊ അങ്ങനെ ഒരു കണക്ക് എല്ലാം കൂടി എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ വെച്ച് നമുക്ക് ഓർത്തിരിക്കാൻ നല്ലതാണ് കേസ്. അല്ലാതെ മനസ്സിലാക്കുന്നവർക്ക് ഓക്കെ, പക്ഷെ മാറിപ്പോവും എന്നുള്ളവർക്കാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഇത് ഓക്കെയാണോ? എന്താണ് ഇന്റൻഷൻ എന്താണ് എക്സ്റ്റൻഷൻ എന്നുള്ളത് ഓക്കെയാണോ? ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക ഗൈസ്. എന്താണ് ഇന്റൻഷൻ, എന്താണ് എക്സ്റ്റൻഷൻ? ഇന്റൻഷൻ എന്ന് പറഞ്ഞാല് ഓൾ പോസിബിൾ തിങ്സ്. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാല് Guys, hello, am I audible, guys? Hello. Audible ആണ്. ഓ, ഇന്റെ ലാബ് പെട്ടെന്ന് ഓഫായി. ഞാൻ ശ്രദ്ധിച്ചില്ല. ഫുൾ ചാർജ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു മിനിറ്റ്. ജസ്റ്റ് ഒന്ന് ഇന്റൻഷൻ എക്സ്റ്റൻഷൻ എന്താണെന്ന് ജസ്റ്റ് എല്ലാവരും ഒന്ന് നോക്കിക്കോളൂ. അപ്പോഴേക്കും ഐ വിൽ കം ബാക്ക്. യെസ്, എന്താണ് ഇന്റൻഷൻ, എന്താണ് എക്സ്റ്റൻഷൻ മനസ്സിലാവാത്തവരും ജസ്റ്റ് കമന്റ് ബോക്സിൽ ഇരുന്നേ. എന്താ മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായെങ്കിൽ മനസ്സിലായി ഒന്ന് പറഞ്ഞേ. എന്റെ ലാബ് ഓൺ ആയിട്ട് വരും ഗൈസ്. ഐ എം റിയലി സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല ക്ലാസ് ഇരിക്കേണ്ട ഇടയില്. ഞാൻ ഇത് ഫുൾ ചാർജ് ഒക്കെ ആക്കി വെച്ചാണ്. എന്താണെന്നറിയില്ല, ചാർജ് നിൽക്കുന്നില്ല. മനസ്സിലായിട്ടുണ്ടോ എന്താണ് ഇന്റൻഷൻ, എന്താണ് എക്സ്റ്റൻഷൻ? ബാക്കിയുള്ളവരും കൂടി ഓക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഇൻക്രീസിങ് ഓർഡർ ആൻഡ് ഡിക്രീസിങ് ഓർഡർ ആണ് പഠിക്കാനുള്ളത്. ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഇന്റൻഷൻ. ഞാൻ ഇതില് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. ലാപ്പ് ഓണൊന്നുമില്ലല്ലോ. ഇതില് സ്ക്രീൻ ഷെയർ ആവുന്നില്ല ഗൈസ്. സ്ക്രീൻ കാണുന്നുണ്ടോ ഗൈസ്? കാണുന്നുണ്ടോ? ഫോണിലാണ് ഞാൻ ഇതാക്കിയിട്ടുള്ളത്. ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? കമന്റ് ബോക്സിൽ അല്ലാതെ മൈക്ക് ഓൺ ചെയ്തോന്ന് പറയോ? എല്ലാരും പോയോ? കാണുന്നില്ല. ഇല്ല അല്ലെ? ഓക്കെ, ഇതും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു. ഐ എം റിയലി സോറി ഗൈസ്.
ഒരു 10 മിനിറ്റ്സോളം വെറുതെ പോയില്ലേ ഗൈസ്? ഓക്കെ. അപ്പൊ നമ്മള് ഇന്റൻഷൻ എക്സ്റ്റൻഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ പോസിബിൾ ആ ഒരു എന്താണ് ഡെഫിനിഷ്യൽ കണ്ടീഷൻസ്, അതുപോലെ തന്നെ ആട്രിബ്യൂട്ട്സ്, നമ്മൾ വിശേഷങ്ങൾ പറയുന്ന. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ തിങ്സ്. ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഒരു ഇത് പറഞ്ഞത്, മീനിങ് പറഞ്ഞത്. ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ കണ്ണോട്ടേഷൻ ആണ്, എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഡിനോട്ടേഷൻ ആണെന്ന് പറഞ്ഞു. ഇനി ക്വസ്റ്റ്യൻസ് വരെ എങ്ങനെയാണ്, നമുക്ക് ഒരു സെറ്റ് ഓഫ് വേർഡ്സ് തന്നിട്ട് ഇൻക്രീസ് ഇൻ ഇന്റൻഷൻ ഓർ ഇൻക്രീസ് ഇൻ കനോട്ടേഷൻ ഇങ്ങനെയാണ് വരിക, അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ എക്സ്റ്റൻഷൻ ഓർ ഡിക്രീസ് ഇൻ എക്സ്റ്റൻഷൻ ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യാൻ പറയും. അപ്പൊ എങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഇതിൽ പിന്നെ വരാറുള്ളത്. അപ്പൊ നോക്കാം എങ്ങനെയാണ് ഇൻക്രീസ് ഇൻ ഇന്റൻഷനിൽ നമ്മൾ, അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഇൻക്രീസ് ഇൻ കനോട്ടേഷൻ, എങ്ങനെയാണ് നമ്മൾ ആ ഒരു വേർഡ്സിനെ അറേഞ്ച് ചെയ്യാൻ നോക്കാം. വെൻ ദ ടേം ഈസ് ഇൻ ദ സീരീസ് കനോട്ട്സ് മോർ ആട്രിബ്യൂട്ട്സ് ദാൻ ദ പ്രിസീഡിംഗ് ആണ്. അതായത് കൂടുതൽ വിശേഷണങ്ങൾ, അതായത് ഒരു എന്താണ് നമ്മളിങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ അതിന് ആ ഒരു സെക്കൻഡ് സെന്റൻസ് നോക്കൂ. ദാറ്റ് ഇസ് ഈച്ച് ടേം ഇൻ ദ സീരീസ് ഇസ് മോർ സ്പെസിഫിക് ദാൻ ദ പ്രിസീഡിംഗ് ഇറ്റ്. അതായത് മുന്നേ ഉള്ള വേർഡ്സിനേക്കാൾ കൂടുതൽ സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ, അതായത് ജനറൽ ടു സ്പെസിഫിക് നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചിരുന്നു. ഏതിലാണ്? ഒരു ഡിഡക്റ്റീവ് റീസണിംഗിൽ പഠിച്ചിരുന്നു. അതേ ഒരു സെയിം ഒരു ഇതാണ് ഇവിടെ വരുന്നത്. ഇങ്ങോട്ട് നോക്കൂ, നമ്മൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ കൂടുതൽ മനസ്സിലാവും. ഇൻക്രീസ് ഇൻ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോർ സ്പെസിഫിക്കിലേക്ക്, അതായത് ആദ്യം ജനറലിൽ നിന്ന് മോർ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു തിങ്ങിലേക്ക് നമ്മൾ ഇങ്ങനെ പോകണം. ഇപ്പൊ അനിമൽ എന്നുള്ളതിൽ ഒരു വലിയൊരു കാറ്റഗറി, ജനറൽ കാറ്റഗറി, അതിൽ നിന്ന് മമ്മൽസ് എന്നുള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ എടുക്കുക. അതിൽ നിന്ന് ഫെലൈൻ എന്നുള്ള എന്താണ് അതിനേക്കാളും എന്താണ് ഒരു കുറച്ച് ചെറിയ ഒരു ഗ്രൂപ്പ് എടുക്കുക. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് എന്ത്? ടൈഗർ എന്നുള്ളത്. ഇങ്ങനെ ഇൻക്രീസ് ഇൻ ഇന്റൻഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ എന്താണ് ഈ ടൈഗർ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ ജനറലിൽ നിന്ന് സ്പെസിഫിക്കിലേക്ക് പോവാം. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യനിൽ ഇൻക്രീസ് ഇൻ ഇന്റൻഷൻ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഏറ്റവും ജനറൽ ആയിട്ടുള്ള ടേം എടുക്കുക, ദെൻ പിന്നെ ജനറൽ ആയിട്ടുള്ള ടേം എടുക്കുക. അങ്ങനെ ജനറലിൽ നിന്ന് സ്പെസിഫിക്കിലേക്ക് എത്തുന്ന രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്യാം. ഈ ഇൻക്രീസ് ഇൻ ഇന്റൻഷൻ ആണ് എന്ത്? ഡിക്രീസ് ഇൻ എക്സ്റ്റൻഷൻ. നമ്മൾ ഒന്ന് പഠിച്ചാൽ അതിൽ നിന്ന് നമുക്ക് ഈ 4 കിട്ടും. ഇവിടെ ഡെഫിനേഷൻ പറയുന്നുണ്ട്. ഇൻക്രീസിങ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ ഈച്ച് ടേം ഇൻ ദ സീരീസ് ഡിനോട്ട്സ് എ ക്ലാസ് ഹാവിംഗ് മോർ മെമ്പേഴ്സ്. അതായത് സ്പെസിഫിക്കിൽ നിന്ന് ജനറൽ, അതായത് കൂടുതൽ മെമ്പേഴ്സ് ഉള്ള ക്ലാസ് ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ എന്താണ് ആ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ എന്താണ് തുടർന്ന് പോവുകയാണെങ്കിൽ, അതായത് ഫസ്റ്റ് ദാറ്റ് ഇസ് ദ ക്ലാസ് സൈസ് ഗെറ്റ് ലാർജർ വിത്ത് ഈച്ച് സക്സസീവ് ടേം. തൊട്ട് മുന്നത്തെ ടേമിനേക്കാൾ അടുത്ത വരുന്ന ടേമിൽ എന്താണ് ആ ക്ലാസ് സൈസ് ഇങ്ങനെ കൂടി വരും. അതാണ് നമ്മൾ പറഞ്ഞത് സ്പെസിഫിക് ടു ജനറൽ ആയിരിക്കും. ഇൻക്രീസ് ഇൻ എക്സ്റ്റൻഷൻ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഇൻക്രീസ് ഇൻ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ജനറലിൽ നിന്ന് സ്പെസിഫിക്കിലേക്ക് ഇങ്ങനെ പോകും. അതായത് മോർ ജനറൽ ആയിട്ടുള്ള ആദ്യം, പിന്നെ അതിൽ ഉള്ള ഒരു കാറ്റഗറി, അതിൽ നിന്ന് ഇങ്ങനെ കാറ്റഗറി കുറഞ്ഞ സ്പെസിഫിക്കിലേക്ക് എത്തുന്നതാണ് ഇൻക്രീസ് ഇൻ ഇന്റൻഷൻ. ഇൻക്രീസ് ഇൻ എന്തും പറയാം, ഇതിനെ കനോട്ടേഷൻ എന്നും പറയാം കേട്ടോ. ഓക്കെ, ആ ഇൻക്രീസ് ഇൻ ഇന്റൻഷൻ തന്നെയാണ് എന്ത്? ഇത് രണ്ടും ഓപ്പോസിറ്റ് ടേം അല്ലേ? ഇന്റൻഷനും എക്സ്റ്റൻഷനും രണ്ടും ഓപ്പോസിറ്റ് ടേമുകളാണ്. ഇൻക്രീസ് ഇൻ ഇന്റൻഷൻ തന്നെയാണ് ഡിക്രീസ് ഇൻ എക്സ്റ്റൻഷൻ. ഇനി നോക്കൂ, എന്താണ് ഇൻക്രീസ് ഇൻ എക്സ്റ്റൻഷൻ? അതായത് ആദ്യം സ്പെസിഫിക്, ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള വേർഡ് എഴുതുക. അതിൽ നിന്ന് എന്താണ് ലാർജർ ഗ്രൂപ്പ് സൈസ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച്, അതായത് സ്പെസിഫിക് ടു ജനറൽ ഇങ്ങനെ എന്താണ് അറേഞ്ച് ചെയ്ത് പോവാ. ഫസ്റ്റ് ടൈഗർ, അതിൽ നിന്നുള്ള കുറച്ച് വലിയ ഗ്രൂപ്പാണ് ഫെലിൻ, അതിൽ നിന്ന് കുറച്ച് വലിയ ഗ്രൂപ്പ് മമ്മൽസ്, അങ്ങനെ അനിമൽസ് എന്ന് പറഞ്ഞാൽ ഓൾ ജനറൽ ഗ്രൂപ്പ്. അങ്ങനെയുള്ളത് നമ്മൾ അറേഞ്ച് ചെയ്ത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിൽ കാണാറുള്ളത്. ഈ ഒരു ഭാഗത്ത് നിന്ന് ആ ഇൻക്രീസിങ് എക്സ്റ്റൻഷൻ തന്നെയാണ് എന്ത്? ഡിക്രീസിങ് ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി 4 കണക്ട് ചെയ്യാൻ പറ്റും. ഇന്റൻഷൻ എക്സ്റ്റൻഷൻ ഓപ്പോസിറ്റ് സൈഡിലെ കാര്യങ്ങള്. ഇൻക്രീസ് ഇൻ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ അതന്നെയാണ് എന്ത്? ഡിക്രീസ് ഇൻ എക്സ്റ്റൻഷൻ. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇൻക്രീസ് ഇൻ ഇന്റൻഷൻ ആയിരിക്കും, ചിലപ്പോൾ ഡിക്രീസ് ഇൻ എക്സ്റ്റൻഷൻ ആയിരിക്കും. രണ്ടായാലും ഒരേ രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഒന്ന് ഇൻക്രീസ് ഇൻ ഇന്റൻഷൻ, ഒന്ന് ഡിക്രീസ് ഇൻ എക്സ്റ്റൻഷൻ. ഇനി അടുത്ത രണ്ട് നോക്കൂ. ഇൻക്രീസ് ഇൻ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ തന്നെയാണ് എന്ത്? ഡിക്രീസ് ഇൻ ഇന്റൻഷൻ. രണ്ടും ഒരേ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം. എങ്ങനെ? സ്പെസിഫിക് ടു ജനറൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോകണം. മനസ്സിലായോ? ഇത് അനിമൽ എന്ന് പറഞ്ഞാൽ ഓൾ കാറ്റഗറി, അതിൽ നിന്ന് ഒരു മമ്മൽസ് എന്ന് പറഞ്ഞാൽ സസ്തനികൾ എന്നുള്ള ഒരു കാറ്റഗറി, അതിൽ നിന്ന് ഫെലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഈ ടൈഗർ അതൊരു പിന്നെ ടൈഗർ, പൂച്ച അങ്ങനെയൊക്കെയുള്ള മാത്രം കുറച്ച് ഈ പൂച്ച ടൈഗർ എന്നൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഗ്രൂപ്പ് മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പ്. അതിൽ നിന്ന് ടൈഗർ എന്ന ഗ്രൂപ്പ്, അതിൽ വേറെ ക്യാറ്റ് എന്ന വേറെ ഗ്രൂപ്പ് ഉണ്ടാവും. പക്ഷെ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ടൈഗർ. അപ്പൊ ഇങ്ങനെ ഈ സ്പെസിഫിക്കിൽ നിന്ന് ജനറലിലേക്ക് അറേഞ്ച് ചെയ്ത് പോവുകയാണെങ്കിൽ അതിന് ഇൻക്രീസ് ഇൻ എക്സ്റ്റൻഷൻ എന്നും, ജനറലിൽ നിന്ന് സ്പെസിഫിക്കിലേക്ക് അറേഞ്ച് പോവുകയാണെങ്കിൽ ഇൻക്രീസ് ഇൻ ഇന്റൻഷൻ എന്നും. അതന്നെയാണ് ഡിക്രീസ് ഇൻ എക്സ്റ്റൻഷൻ. ഈ ഇൻക്രീസ് ഇൻ എക്സ്റ്റൻഷൻ ആണ് ഡിക്രീസ് ഇൻ ഇന്റൻഷൻ. ഇത് തമ്മിലുള്ള ഒരു റിലേഷൻ മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? ഇതിലുള്ള തമ്മിലുള്ള ഒരു റിലേഷൻ മനസ്സിലായോ? ഇൻക്രീസ് ഇൻ ഇന്റൻഷൻ ആണ് ഡിക്രീസ് ഇൻ എക്സ്റ്റൻഷൻ. ഇൻക്രീസ് ഇൻ എക്സ്റ്റൻഷൻ ആണ് ഡിക്രീസ് ഇൻ ഇന്റൻഷൻ. മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ ഇതിന്റെ ഒരു ഇതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. കാരണം ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ. അതായത് ഇൻക്രീസ് ഇൻ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ ദ ടേം ഇൻ ദ സീരീസ് കനോട്ട്സ് മോർ ആട്രിബ്യൂട്ട്സ് ദാൻ ദ പ്രൊസീഡിങ് ഇറ്റ് എന്നാ പറയുന്നത്. അതായത് മോർ ആട്രിബ്യൂട്ട്സ്, കൂടുതൽ വിശേഷണങ്ങൾ, മുന്നത്തിന്റെ അപേക്ഷിച്ച് കൂടുതൽ വിശേഷണങ്ങൾ നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുക. അതാണ് എന്ത് ഇൻക്രീസ് ഇൻ ഇന്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദാറ്റ് ഈസ് ഈച്ച് ടേം ഇൻ ദ സീരീസ് മോർ സ്പെസിഫിക് ദാൻ ദ പ്രൊസീഡിങ് ഇറ്റ്. മുന്നത്തെ ഉള്ളതിനെ അപേക്ഷിച്ച് മോർ സ്പെസിഫിക് ആവാൻ അർത്ഥം. അതായത് മോർ എന്താണ് ആട്രിബ്യൂട്ട്സ് കൊടുക്കാന്ന്. ഇപ്പൊ നമ്മളൊരു എന്തെങ്കിലും ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് എന്താണ് നമ്മൾ ഗസ് ചെയ്യാൻ പറയാണ്, ടീച്ചർ വന്നിട്ട് ഗസ് ചെയ്യാൻ പറയാണ് ക്ലാസ്സിൽ ഏത് കുട്ടിക്കാണ് ടോപ്പ് മാർക്ക് എന്നുള്ളത് നമ്മളോട് ഒന്ന് ഗസ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ആ സാർ ആദ്യത്തെ ആട്രിബ്യൂട്ട്സ് തരും. ഫസ്റ്റ് എന്താണ്, ഗേൾസ് ആണോ ബോയ്സ് ആണോ ഫസ്റ്റ് തന്നു. അപ്പൊ ഗേൾസിലാണെന്ന് പറയും. അപ്പൊ ഒരു വിശേഷം എന്താണ്, ഒരു ആട്രിബ്യൂട്ട്സ് നമുക്ക് തന്നു. ഇനി മോർ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു നമുക്ക് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തൊരു ഇതാണ്. അപ്പൊ നമ്മളോട് പറയാൻ എന്താണ്, ഷോൾ ഇട്ട കുട്ടികളിൽ പെട്ട ഒരു കുട്ടിയാണത് എന്ന് പറയും. അപ്പൊ എന്താണ്, അതായത് കൂടുതൽ വിശേഷണങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളോട് എന്ത് പറയും, കുറച്ച് കുട്ടികളെ യൂണിഫോം ഇട്ടിട്ട് കുറച്ച് കുട്ടികളെ കളർ ഡ്രസ്സ്. അപ്പൊ അടുത്തൊരു വിശേഷണം പറയാണ് എന്ത്, കളർ ഡ്രസ് ഇട്ട കുട്ടിയിലാണ് എന്ന് പറയാം. എന്നിട്ട് പിന്നെ നമ്മളോട് എന്താണ് അടുത്ത വിശേഷണം, അടുത്ത ആട്രിബ്യൂട്ട്സ് എങ്ങനെയാ പറയുന്നത്, അതായത് ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികൾ. അങ്ങനെ കൂടുതൽ വിശേഷണങ്ങൾ, ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിശേഷണങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവാണ്. അതാണ് ഇൻക്രീസ് ഇൻ ഇന്റൻഷൻ. ആ ഒരു പിന്നെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ അതൊന്ന് പഠിച്ചു വെക്കണം. അതായത് ഇൻക്രീസ് ഇൻ ഇന്റൻഷൻ എന്ന് പറഞ്ഞാല് വെൻ ദ ടേംസ് ഇൻ ദ സീരീസ് കനോട്ട്സ് മോർ ആട്രിബ്യൂട്ട്സ് ദാൻ ദ പ്രൊസീഡിങ് ഇറ്റ്. അങ്ങനെ തന്നെ പറയാം. മോർ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ കൂടുതൽ വിശേഷണങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകും. അതായത് ജനറൽ നിന്ന് മോർ സ്പെസിഫിക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഓരോന്നിന്റെയും വിശേഷങ്ങൾ എടുത്തെടുത്ത് ഇങ്ങനെ പറയണ്ടേ, അപ്പോഴല്ലേ സ്പെസിഫിക്കിലേക്ക് എത്തുള്ളൂ. അതാണ് ഇൻക്രീസ് ഇൻ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഈച്ച് ടേം ഇൻ ദ സീരീസ് ഡിനോട്ട്സ് എ ക്ലാസ് ഓർ ഹാവിംഗ് മോർ മെമ്പേഴ്സ്. അതായത് മോർ മെമ്പേഴ്സ്, കൂടുതൽ മെമ്പേഴ്സ് ഉള്ള ക്ലാസ്സിലേക്ക് ഇങ്ങനെ എന്താണ് ലാർജർ സൈസ് ആയിട്ട് ഗ്രൂപ്പായിട്ട് മാറുന്നതാണെങ്കിൽ അതിനാണ് ഇൻക്രീസ് ഇൻ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ക്ലിയർ അല്ലേ? ഒന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കോ. കുറെ ആളുകളൊക്കെ ലെഫ്റ്റ് ആയിട്ടുണ്ട്, ടൈം ഒരുപാടായിട്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതും കൂടെ ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഐ വിൽ വൈൻഡ് അപ്പ്. ഓക്കെ ആണ്. ഇതൊന്ന് ജസ്റ്റ് നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അറേഞ്ച്ഡ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ഇൻ കനോട്ടേഷൻ എന്നാണ് ഇവിടെ തന്നിട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കനോട്ടേഷൻ എന്താണ്, ഇന്റൻഷൻ ആണോ എക്സ്റ്റൻഷൻ ആണോ? കനോട്ടേഷൻ ഞാനൊരു പിന്നെ ഒരു ട്രിക്ക് ഒക്കെ പറഞ്ഞു തന്നിരുന്നു. കനോട്ടേഷൻ ഇന്റൻഷൻ ആണോ എക്സ്റ്റൻഷൻ ആണോ? ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. കനോട്ടേഷൻ ഇന്റൻഷൻ ആണോ എക്സ്റ്റൻഷൻ? ഓക്കെ, ഇന്റൻഷൻ. ഞാൻ പറഞ്ഞു CI. ഓക്കെ, ഇന്റൻഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത് ഇന്റൻഷൻ, ഇൻക്രീസ് ഇൻ ഇന്റൻഷൻ എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യാം? ഇൻക്രീസ് ഇൻ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ജനറൽ ടു സ്പെസിഫിക്. ഫസ്റ്റ് ഏറ്റവും ജനറൽ ആയിട്ടുള്ള വേർഡ് വരണം, ദെൻ പിന്നെ ജനറൽ ആയിട്ടുള്ള അങ്ങനെ സ്പെസിഫിക്കിലേക്ക് എത്തണം. അങ്ങനെ ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് അറേഞ്ച് ചെയ്തേ. കൗ, ബൊവൈൻ, മമ്മൽ, വെർട്ടിബ്രേറ്റ്, അനിമൽ. കൗ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ബൊവൈൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ കൗ എന്ന് പറഞ്ഞാൽ പശു, പിന്നെ മറ്റേ ബൊവൈൻ എന്ന് പറഞ്ഞാൽ മറ്റേ പശു, എരുമ, പോത്ത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. എല്ലാരും കൂടി ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പിനാണ് കേട്ടോ ബൊവൈൻ എന്ന് പറയുന്നത്. അറിയായിരിക്കും, എന്നാൽ ജസ്റ്റ് ഞാനൊന്നുണ്ട്. മമ്മൽ എന്ന് പറഞ്ഞാല് സസ്തനികൾ, വെർട്ടിബ്രേറ്റ് എന്ന് പറഞ്ഞാല് നമ്മളെന്താണ് കശേരുക്കൾ എന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചത്. അതായത് നട്ടെല്ലുള്ളവ, നട്ടെല്ലില്ലാത്തവ എന്നൊക്കെ നമ്മള് സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ, അതാണ് വെർട്ടിബ്രേറ്റ്. പിന്നെ അനിമൽ. അപ്പൊ മോർ ജനറൽ നിന്ന് സ്പെസിഫിക്കിലേക്ക്. ഓക്കെ, കറക്റ്റ് ആണ്. ഡി എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയോ, സിയാദ്, അനീസ്. ഓക്കെ, ഇവരൊക്കെ ഡി തന്നെ. അതായത് മോർ ജനറൽ, അനിമൽ, പിന്നെ വെർട്ടിബ്രേറ്റ്, പിന്നെ മമ്മൽ, ബൊവൈൻ, കൗ. ഇതാണ് കേട്ടോ കറക്റ്റ് ആൻസർ, ഇൻക്രീസിംഗ് ഓർഡർ. ഓക്കെ, ദെൻ ഇതൊന്ന് ജസ്റ്റ് പെട്ടെന്ന് അറേഞ്ച് ദ ഫോളോവിംഗ് ഗ്രൂപ്പ് ഓഫ് ടേംസ് ഇൻ ഓർഡർ ടു ഡിക്രീസിംഗ് ഇന്റൻഷൻ.
ഡിക്രീസിങ് ഇന്റൻഷൻ എന്താണ്? ഡിക്രീസിങ് ഇന്റൻഷൻ ഇൻക്രീസിങ് എന്താണ്? ഇൻക്രീസിങ് എക്സ്റ്റൻഷൻ ആണ്. ഡിക്രീസിങ് ഇന്റൻഷൻ എന്ന് പറഞ്ഞാല് ഇൻക്രീസിങ് എക്സ്റ്റൻഷൻ ആണ്. അപ്പൊ ഏതാണ് ആദ്യം വരിക? ഇൻക്രീസിങ് ഡിക്രീസിങ് ഇന്റൻഷൻ എന്ന് പറഞ്ഞാല് നേരെ ഇൻക്രീസിങ് ഇന്റൻഷന് നേരെ ഓപ്പോസിറ്റ് എടുത്തിടുക. അപ്പൊ ആദ്യം ഏത് വരും? മമ്മൽ, വൈൽഡ് കാറ്റ്, ഫെലൈൻ, അനിമൽ, വെർട്ടിബ്രേറ്റ്. ആദ്യം വൈൽഡ് കാറ്റ് വരും. ഓക്കെ, ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള ടൈം ഫസ്റ്റ് വരും, വൈൽഡ് കാറ്റ് വരും. ദെൻ ഓപ്ഷൻ പറഞ്ഞോളൂ. ഓപ്ഷൻ എ. കറക്റ്റ് ആണ്, ഓപ്ഷൻ എ. എന്തുകൊണ്ടാണ് ഓപ്ഷൻ എ? ഫസ്റ്റ് ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള വൈൽഡ് കാറ്റ് വരും, ദെൻ സി, പിന്നെ അതിൽ ഫെലൈൻ, എ മമ്മൽ, ദെൻ ഇ വെർട്ടിബ്രേറ്റ്, ദെൻ ഡി അനിമൽ. അത് രണ്ടും തന്നെ നോക്കിയാൽ മതി. ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള വേർഡ് ആദ്യം, ഏറ്റവും ജനറൽ ആയിട്ടുള്ള വേർഡ് പിന്നെ എന്താണ് ലാസ്റ്റും ആണ് വരിക. അപ്പൊ അതിന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അടുത്തത് നോക്കിയേ. സെയിം ക്വസ്റ്റ്യൻ, സെയിം പോലെ തന്നെ നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ്. അറേഞ്ച് ദ ഫോളോയിങ് ഓർഡർ ടു ഇൻക്രീസ് ഇൻ ഇന്റൻഷൻ. നേരത്തെ നമ്മൾ ഇൻക്രീസ് ഇൻ കനോട്ടേഷൻ ആണ് ചോദിച്ചിരുന്നത്. ഇൻക്രീസ് ഇൻ ഇന്റൻഷൻ എന്ന് പറയുമ്പോൾ ജനറൽ ടു സ്പെസിഫിക്. ഏത് കൊടുക്കും ഫസ്റ്റ്? ഏത് വരും? ഓപ്ഷൻ ആനിമൽ വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. എന്തുകൊണ്ടാണ്? ഫസ്റ്റ് അനിമൽ, ഇൻക്രീസിങ് ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ജനറൽ, പിന്നെ സ്പെസിഫിക്കിലേക്ക് വരും. അപ്പോൾ അനിമൽ, ഡൊമസ്റ്റിക് അനിമൽ, ബെസ്റ്റ് ഓഫ് ബർഡൻ, ദെൻ ഹോഴ്സ്. ഇങ്ങനെയാണ് കേട്ടോ വരിക. സി. ഓക്കെ, ഇത് നോക്കിയേ. കൺസിഡർ ദ സീരീസ് അനിമൽ, മമ്മൽ, ഫെലൈൻ, ടൈഗർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ? പെട്ടെന്നൊന്ന് പറഞ്ഞേ. ആദ്യം എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നോക്കുക. ഇൻക്രീസിങ് ഇന്റൻഷൻ ആണോ ഡിക്രീസിങ് ഇന്റൻഷൻ ആണോ എന്ന് നോക്കുക. ദെൻ അനിമൽ, മമ്മൽ, ഫെലൈൻ, ടൈഗർ. ഓപ്ഷൻ സി, മൂന്നാമത്തെ ഓപ്ഷൻ കറക്റ്റ്, എ ആൻഡ് ഡി. ഓക്കെ, എല്ലാവരും 3 ആണോ? എ ആൻഡ് ഡി ആണ് കറക്റ്റ്. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് അനിമൽ, മമ്മൽ, ഫെലൈൻ, ടൈഗർ. ഇതെന്താണ്? ഇൻക്രീസിങ് ഇന്റൻഷൻ ഓർഡറിലല്ലേ? അതായത് ജനറൽ ടു സ്പെസിഫിക് ആണ്. മോർ ജനറൽ ഫസ്റ്റ് കൊടുത്തു, പിന്നെ ഇങ്ങനെ സ്പെസിഫിക്കിലേക്ക് വന്നു. അതെങ്ങനെയാണ്? ഇൻക്രീസിങ് ഇന്റൻഷൻ ആണ്. ഇൻക്രീസിങ് ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിക്രീസിങ് എക്സ്റ്റൻഷൻ ആണ്. അപ്പോ എയും ഡിയും ആണ് കറക്റ്റ്. ആ ഒരു ഓപ്ഷൻ ഉള്ളത്, എ ആൻഡ് ഡി എന്നുള്ളത് മൂന്നാമത്തെ ഓപ്ഷൻ ആണ്. ക്ലിയർ അല്ലേ ഗൈസ്? ഐ തിങ്ക് യു ആർ ക്ലിയർ അല്ലേ? ഓക്കെ, ടൈം ഒരുപാട് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് പേഴ്സണൽ കോൺടാക്ട് ചെയ്യാട്ടോ. ഇത് നോക്കേ. എ സീരീസ് ഓഫ് ദ ടേം വുഡ് ബി ഇൻ ഓർഡർ ഓഫ് ഇൻക്രീസിങ് ഇന്റൻഷൻ. ഇൻക്രീസിങ് ഇന്റൻഷനിലാണ് ഒരു ടേമിന്റെ ഓർഡർ ഉള്ളത്. ഇനി ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഈച്ച് ടേം ഇൻ ദ സീരീസ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ഒരു ഡെഫിനിഷൻസ് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇതിൽ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഈച്ച് ടേം ഇൻ ദ സീരീസ് കനോട്ട് മോർ ആട്രിബ്യൂട്ട് ദാൻ വൺ ദ പ്രിസീഡിംഗ് ഇറ്റ്. ഈച്ച് ടേം ഇൻ ദ സീരീസ് മോർ സ്പെസിഫിക് ദാൻ ദ പ്രിസീഡിംഗ് ഇറ്റ്. ഈച്ച് ടേം ഇൻ ദ സീരീസ് ലെസ് സ്പെസിഫിക് ദാൻ ദ. ഒരു മിനിറ്റ്, സി ആൻഡ് ഡി സെയിം ഓപ്ഷൻ ആണ് എഴുതിയിരുന്നത്. അവിടെ എന്താണോ? സി, ഈച്ച് ടേം ഇൻ ദ സീരീസ് ലെസ് കനോട്ട്, സോറി, ഈച്ച് ടേം ഇൻ ദ സീരീസ് ലെസ് കനോട്ട് ലെസ് ആട്രിബ്യൂട്ട്സ് ദാൻ ദാട്ടോ. ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ ഇല്ലേ? ഓപ്ഷൻ അല്ല, ഒന്നാമത്തെ എ ഉണ്ടല്ലോ, അതിലുള്ള ഇതിന്റെ ആ മോർ എന്നുള്ളിടത്തുള്ള ലെസ് എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു അവിടെ. ഞാൻ രണ്ടും ഒന്നെ ചേർത്തിട്ടുണ്ട്. സ്പെല്ലിംഗ് എറർ ഗൈസ്. അപ്പോ അതില്ലാതെ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അത് ആൻസറിനെ ബാധിക്കുന്ന കാര്യമല്ല. ഏത് വരും? ഏതൊക്കെയാണ് ഇൻക്രീസിങ് ഇന്റൻഷന്റെ ഇതില് ഏതൊക്കെയാണ്? ഗൈസ്, ഇൻക്രീസിങ് ഇന്റൻഷനിൽ ഏതൊക്കെ സെന്റൻസ് ആണ് കറക്റ്റ് ആയിട്ട് വരിക? സി ഒഴിവാക്കിക്കോളൂ, എന്നാലും നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. കിട്ടുന്നില്ലേ?
ഗൈസ് 3 ആണോ? ആണോ? നിങ്ങൾ പറയൂ. 3 ആണേ. 3 ആണ് ആൻസർ. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് അത് ആ ഒരു ഫസ്റ്റത്തെ ഇതിൽ ഞാൻ തന്നിട്ടുണ്ട്. എയും ബിയും ആണ് അതിൽ കറക്റ്റ്. ഫസ്റ്റ് ഞാനൊരു ഡെഫിനിഷൻസ് തന്നിരുന്നു. ഇത് നിങ്ങൾ പഠിച്ചു വെക്കട്ടോ. അതാണ് അതിലുള്ളത്. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് ഇംഗ്ലീഷ് ഇന്റൻഷൻ, അതായത് വെൻ ദ ടേം ഇൻ ദ സീരീസ് കനോട്ട്സ് മോർ ആട്രിബ്യൂട്ട്സ് ദാൻ ദ പ്രിസീഡിംഗ് വേർഡ്. മൂന്നാമത്തെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് കനോട്ട്സ് ലെസ് ആട്രിബ്യൂട്ട്സ് എന്നായിരുന്നു. അതായിരുന്നു അവിടെ കൊടുക്കേണ്ടത്. ഞാൻ രണ്ടും ഒരേ ഓപ്ഷൻ എഴുതി വെച്ചത്. അതിന്റെ സ്പെല്ലിംഗ് എറർ ആണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഇന്റൻഷനിൽ ദാറ്റ് ഈസ് ദ ഈച്ച് ടേം ഇൻ ദ സീരീസ് ഇസ് മോർ സ്പെസിഫിക് ദാൻ ദ. ഇത് രണ്ടും അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. അതാണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോ എ ആൻഡ് ബി, എയും ബിയും ആണ് കറക്റ്റ് ആയിട്ടുള്ളത് ഈ ഒരു ഇംഗ്ലീഷ് ഇന്റൻഷന്റെ കേസിൽ. ഇത്രയും ക്ലിയർ ആണോ ഗൈസ്? അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ടൈം ഒരുപാടായിട്ടുണ്ട്. കുറച്ച് സമയം എന്റെ കാരണത്താൽ മിസ്സായി. ഐ അപ്പോളജൈസ് ഫോർ ദാറ്റ്. ഓക്കെ ഗൈസ്, ഓക്കെ അല്ലേ?